ഫ്രണ്ട് പേജിൽ പറയുന്നത് ഇന്നലെ വൈകുന്നേരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഈ ഫയലെത്തി, രാത്രി തന്നെ അദ്ദേഹം അതിനെ ഓർഡറാക്കി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ 7 ദിവസം ഇത് എവിടെയായിരുന്നു എന്ന ചോദ്യമാണ് 2 മണിക്കൂർ മുമ്പ് ഞാൻ ഉന്നയിച്ചത്. എന്തൊരു പത്രക്കുറിപ്പ് ഇറക്കിക്കൂടെ? എല്ലാവരെയും ഇരുട്ടിൽ നിർത്തിയിട്ട് ഈ പറയുന്ന ഗവൺമെന്റിനെയും പാർട്ടിയെയും മുൻനിലയിൽ ഈ കഴിഞ്ഞ 8 ദിവസം നിർത്തേണ്ട ആവശ്യം എന്തായിരുന്നു? അതാ ഞാൻ പറയുന്നത്. പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് ഇതിലൊക്കെ പല പൊളിറ്റിക്കൽ ടാർഗറ്റും ഉണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നത് എന്ന് ഞാൻ പറയുന്നതിന്റെ അർത്ഥത്തിന്റെ ഏറ്റവും അവസാനത്തെ തെളിവാണിത്. പൂരം കലക്കിയത് ആസൂത്രിതമായിട്ടുള്ള ഗൂഢാലോചന നടത്തി രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി നടന്നിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്രയും വലിയ വിവാദങ്ങൾ 4 മാസത്തിന് ശേഷം ഒരു വിവരാവകാശ രേഖ ആവശ്യപ്പെടുമ്പോൾ അങ്ങനെ ഒരു അന്വേഷണം നടത്തിയിട്ടില്ല എന്നും മറുപടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വളരെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇതിങ്ങനെ പൂരത്തിനെ സംബന്ധിച്ച കാര്യങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ യാതൊരു തരത്തിലുള്ള മറുപടി ഇല്ലാതെ ഇങ്ങനെ ഇതിങ്ങനെ തട്ടിപ്പൊത്തി കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ ജനങ്ങളോട് പറയും. ഞാൻ തന്നെ നേരിട്ട് ഒരു വിവരാവകാശ അപേക്ഷ ചീഫ് സെക്രട്ടറിക്കും DGPക്കും കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. നമസ്കാരം. തൃശൂർ പൂരം അലങ്കോലമായതിൽ കഴിഞ്ഞ ഏപ്രിൽ 21-നാണ് മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചത്. DGP അന്വേഷിച്ച് ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഈ കഴിഞ്ഞ 3-ാം തീയതി ആ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് തൃശൂരിലെ LDF സ്ഥാനാർത്ഥിയായിരുന്ന സുനിൽകുമാർ ആവശ്യപ്പെടുന്നു. ഇന്ന് പുറത്തു വരുന്ന വാർത്ത പൂരം കലക്കിയതിനെക്കുറിച്ച് പോലീസ് അന്വേഷണമേ നടത്തിയിട്ടില്ല എന്നാണ്. DGP അന്വേഷണ ചുമതല ഏൽപ്പിച്ചതാകട്ടെ പൂരം കലക്കിയതിൽ ആരോപണ വിധേയനായ ADGP അജിത് കുമാറിനെ. CPI ആവശ്യപ്പെട്ടിട്ടും ആഭ്യന്തര വകുപ്പിന് ആ പാർട്ടി പുല്ലുവില നൽകുന്നത് എന്തുകൊണ്ടാണ്? ക്രമസമാധാന ചുമതലയിൽ നിന്ന് അജിത് കുമാറിനെ മാറ്റണമെന്ന് CPI ആവശ്യപ്പെട്ടിട്ടും അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ച് 24 മണിക്കൂർ പിന്നിട്ടിട്ട് പോലും അയാൾ ആ സ്ഥാനത്ത് തുടരുകയാണ്. ആഭ്യന്തരമന്ത്രിയേക്കാൾ വലുതാണോ, LDF സർക്കാരിനേക്കാൾ വലുതാണോ അജിത് കുമാർ? മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ പാർട്ടിക്ക് പരാതി നൽകിയിട്ടുണ്ടെന്ന് PV അൻവർ പറയുന്നു. പാർട്ടിക്ക് മുകളിലാണോ P ശശി? സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മുടെ ഒപ്പം അതിഥികളായി കോൺഗ്രസ് വക്താവ് റിജിൽ മാക്കുറ്റി, ഇടത് നിരീക്ഷകൻ അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ, മാധ്യമപ്രവർത്തകൻ ആനന്ദ് കൊച്ചുകൂടി എന്നിവർ. ആദ്യം ബൽദേവിലേക്ക്. ബൽദേവ്, എത്ര അസ്വാഭാവികമായ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്? മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ഒരു അന്വേഷണം, അങ്ങനെ ഒരു അന്വേഷണമേ നടന്നിട്ടില്ല എന്ന് പോലീസ് മറുപടി കൊടുക്കുന്നു. അത് പരാതിപ്പെടുന്നു മറ്റാരുമല്ല, തൃശ്ശൂരിലെ LDF സ്ഥാനാർത്ഥിയാണ്. പൂരം കലക്കിയതിൻ്റെ ഇരയായി മാറിയ LDF സ്ഥാനാർത്ഥി. CPIയുടെ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം, CPIയുടെ നേതാവാണ്, മുൻമന്ത്രിയാണ്. ഒരു സർക്കാർ ആ മുന്നണിയിലെ ഒരു ഘടകകക്ഷിയോട് പ്രവർത്തിക്കുന്ന രീതിയാണിത്. ഇത് CPIയുടെ മാത്രം ആവശ്യവുമല്ല, CPM ജില്ലാ കമ്മിറ്റിയും ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു, അന്വേഷണം വേണമെന്ന്. ഇത് ആരുടെ പോലീസാണ്? ആരുടെ ആഭ്യന്തര വകുപ്പാണ്? ആരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്? ഏപ്രിൽ മാസം 13-ാം തീയതി വെടിക്കെട്ടോട് തുടങ്ങി 20-ാം തീയതി പൂരത്തോടാണ് ഇത് അവസാനിച്ചത്. പൂരം കലങ്ങിയെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പൂരം കലങ്ങിയതാണോ കലക്കിയതാണോ എന്ന് നമ്മൾ കുറേ ദിവസം കൊണ്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. പൂരം കലക്കിയതാണെങ്കിൽ അത് അന്വേഷണം ആവശ്യമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചത് പരസ്യമായിട്ടാണ്, മാധ്യമങ്ങളിലൂടെയൊക്കെ അത് റിലേ ചെയ്തതുമാണ്. പക്ഷേ ഇപ്പോൾ ഒരു വിവരാവകാശമനുസരിച്ച് വന്ന രേഖയിൽ അങ്ങനെ അന്വേഷണം നടന്നിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇതിനകത്ത് എവിടെ എന്താണ് മിസ്റ്റേക്ക് പറ്റിയെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. ഞങ്ങളും അതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം മുഖ്യമന്ത്രി തന്നെയാണ് അന്വേഷണം പ്രഖ്യാപിച്ചത്. അങ്ങനെ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് തൃശ്ശൂരിൽ നിന്ന് പലരുടെയും മൊഴികൾ എടുത്തതായിട്ട് മറുപടി. ആ മൊഴികൾ എടുത്തിട്ടും അങ്ങനെ അന്വേഷണം നടന്നില്ല എന്ന് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് ഒരു അറിവ് വന്നിട്ടുണ്ടെങ്കിൽ എവിടെയോ വലിയൊരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തോ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതെന്തായാലും നമുക്ക് പുറത്തു കൊണ്ടുവന്നേ പറ്റൂ. കാര്യം നമ്മുടെ ഇത് ഇടതുപക്ഷത്തിന്റെയോ ഭരണപക്ഷിയുടെയോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെയോ മാത്രമല്ല. ഈ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് കേരളത്തിലെ കോടിക്കണക്കിന് വരുന്ന ജനങ്ങളുടെ ഒരു വികാരമാണ്. അത് എങ്ങനെയാണ് കലങ്ങിയതെന്നറിയാൻ കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം അവകാശമുണ്ട്. ഈ അടുത്ത സമയത്ത് നിങ്ങളെല്ലാവരും കണ്ടാണ് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞൊരു വാചകമുണ്ട്. അവിടെ ചില നടപടികൾ വക്കീലന്മാർ അലങ്കോലപ്പെടുത്തുന്നു, അതുകൊണ്ട് ലൈവ് കാസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞു, ഇത് പൊതുജനം അറിയണം, പൊതുജനത്തിന്റെ റൈറ്റാണിത് സുപ്രീം കോടതിയിൽ നടക്കുന്നത്. അതുപോലെ കേരളത്തിലെ ഈ പൂരം എന്ന് പറയുന്നത് എങ്ങനെയാണിത് കലങ്ങിയത്, അതാണ് ഇതിന്റെ പിന്നിലുണ്ടായ പ്രശ്നം. അതറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട്, അത് അറിഞ്ഞേ തീരൂ. അതിന് ഇടതുപക്ഷമെന്നോ കോൺഗ്രസ് എന്നോ BJP എന്നോ അല്ല, നമ്മൾ ഇപ്പോൾ പാനലിരിക്കുന്ന നമ്മൾ 4 പേരും അതുപോലെ 3.5 കോടി ജനങ്ങളുടെ ഒരു അവകാശമാണ്. ഇതിനെക്കുറിച്ച് നാളെ ഒരു പത്രക്കുറിപ്പ് ഉണ്ടാകുമെന്നാണ്
എനിക്ക് ഇന്ന് രാത്രി എന്റെ അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത് നാളെ തന്നെ വ്യക്തമായ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് അല്ല, നാളെ 11 മണിക്ക് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ബൽദേവ്, നാളെ 11 മണിക്ക്, അതായത് PV അൻവർ MLA ഈ ആരോപണം ഉന്നയിച്ചതിന് ശേഷം ആദ്യമായി മുഖ്യമന്ത്രി നാളെ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. പക്ഷെ പ്രശ്നം അതല്ല, നാളെ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടിട്ട് എന്താണ് പറയുക? ഈ 5 മാസമായി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണം നടക്കാത്തത് ഞാൻ അറിഞ്ഞില്ല എന്ന് അദ്ദേഹം പറയൂ? ഇല്ല, പറയില്ല. ഞാനതാണ് പറഞ്ഞത്. നാളെ അദ്ദേഹം ഇതിനകത്ത് തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു അഭിപ്രായം പറയും. പറഞ്ഞില്ല എന്നൊരിക്കലും മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം തന്നെയാണ് ഏപ്രിൽ മാസം 21 അന്വേഷണം പ്രഖ്യാപിച്ചത്. ആ അന്വേഷണത്തിന് തുടർച്ചയായിട്ട് തൃശ്ശൂരിൽ പലരുടെയും മൊഴിയെടുത്തതായിട്ടും രേഖകളുണ്ട്. ആ മൊഴി അവരെ വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥര്. അപ്പോൾ ഇതിന്റെ പിന്നിൽ എന്തോ അട്ടിമറി നടന്നിട്ടുണ്ട്. അതെന്തായാലും ഇന്ന് രാത്രിയും നാളെ 11 മണിക്ക് മുമ്പായിട്ട് അതിന് വ്യക്തമായ തെളിവുകളുണ്ടാകുമെന്ന് അതിന്റെ നേതാക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നാളെ 11 മണിക്കുള്ള മുഖ്യമന്ത്രിയുടെ പത്രപ്രസ്താവനയിൽ തീർച്ചയായിട്ടും ഇതിനുള്ള വ്യക്തമായ മറുപടികൾ ഉണ്ടാകുമെന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. ബൽദേവ്, നമുക്കങ്ങനെ വിശ്വസിക്കാം. പക്ഷെ വിശ്വസിക്കാതിരിക്കാൻ, അതിന് സംശയത്തോടെ നോക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ സീറ്റിൽ തോൽവി, LDF തോൽക്കാൻ കാരണം തൃശ്ശൂർ പൂരം കലങ്ങിയതാണ് എന്ന ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം ഉന്നയിക്കുന്നത് CPI ആണ്. ഈ കാര്യം CPM-ന് പറയാം, അവിടുത്തെ CPM ജില്ലാ കമ്മിറ്റിക്ക് പറയാം. ഈ പൂരം കലങ്ങിയത് എങ്ങനെയാണ് എന്ന് അന്വേഷിക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ട് ഈ 5 മാസമായിട്ടും അന്വേഷിച്ചിട്ടില്ല എങ്കിൽ ഈ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണം ആഭ്യന്തരമന്ത്രി അറിഞ്ഞാണില്ലേ? ഇപ്പോൾ അജിംസ് പറഞ്ഞ ഇതിനായിട്ട് യാതൊരു ചേർച്ചയില്ല. കാരണം CPIയുടെ സ്ഥാനാർത്ഥി തോറ്റത് പൂരം കലങ്ങിയതുകൊണ്ടാണ് BJP ജയിച്ചത്, അതുകൊണ്ടാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം 2019 തെരഞ്ഞെടുപ്പിൽ അവിടെ കോൺഗ്രസിന്റെ സീറ്റായിരുന്നു. TN പ്രതാപൻ 80,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച സീറ്റാണ്. ആ കോൺഗ്രസിന്റെ സീറ്റാണ് BJP പിടിച്ചെടുത്തത്. അതുപോലെ തന്നെ അവിടുത്തെ വ്യക്തമായ കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. അവിടെ 2019 തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് കിട്ടിയതിനേക്കാൾ 16,000 വോട്ട്, 3,31,000-ൽ നിന്ന് 21,000-ൽ നിന്ന് 3,37,000, 16,000 വോട്ട് ഞങ്ങൾക്ക് കൂടി. 80,000 വോട്ട് അവിടുത്തെ കോൺഗ്രസിന് കുറഞ്ഞു. അപ്പോൾ ഞാനൊന്ന് ചോദിച്ചോട്ടെ, പൂരം കലക്കിയപ്പോൾ കോൺഗ്രസിന്റെ വോട്ട് മാത്രം എങ്ങനെ BJP-യിലേക്ക് പോയി? ഞങ്ങൾക്ക് 2019 തെരഞ്ഞെടുപ്പിൽ നിന്ന് 16,000 വോട്ട് കൂടുതലാണ്. ഒരുപക്ഷെ നിയമസഭയിൽ വ്യത്യാസമായിരിക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പ് അല്ലല്ലോ നമുക്ക് ലോക്സഭാ പാറ്റേൺ എന്ന് പറയുന്നത്. ലോക്സഭയിൽ ഞങ്ങൾക്ക് 19 സീറ്റ് UDF-നല്ലേ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ രണ്ട് പാറ്റേണാണ്. അപ്പോൾ 2019 തെരഞ്ഞെടുപ്പിനേക്കാൾ LDF-ന് 16,000 വോട്ട് കൂടുകയും UDF-ന് 80,000 വോട്ട് കുറയുകയും ചെയ്തു. ആ വോട്ട് തെരഞ്ഞു പിടിച്ച് കോൺഗ്രസിന് പോയി, BJP-ക്ക് പോയി. അപ്പോൾ പൂരം കലക്കിയാൽ ഇടതുപക്ഷത്തിന് വോട്ട് കൂടുകയും കോൺഗ്രസിന്റെ വോട്ട് നഷ്ടപ്പെടുകയും അത് BJP-യിലേക്ക് പോവുകയും ആ ഒരു അത് എന്താ തത്വശാസ്ത്രം എന്ന് അതിന്റെ പിന്നിലെ കെമിസ്ട്രി അപ്പോൾ ഈ തൃശ്ശൂർ പൂരം കലക്കലും തെരഞ്ഞെടുപ്പ് അട്ടിമറിയും തൃശ്ശൂർ സീറ്റിലെ ഒത്തുകളിയും സംബന്ധിച്ച് PV അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ യുക്തിസഹമല്ല എന്നാണോ? തീർച്ചയായിട്ടുമല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ആ സീറ്റ് ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റ് അല്ല. അത് മാത്രമല്ല, തൃശ്ശൂരിന്റെ ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ചാൽ വളരെ കുറച്ച് സമയത്ത് മാത്രമേ അവിടെ LDF സ്ഥാനാർത്ഥി ജയിച്ചിട്ടുള്ളൂ. കൂടുതൽ പ്രാവശ്യം അവിടെ ജയിച്ചിട്ടുള്ളത് കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ്. കോൺഗ്രസിന്റെ കുത്തക സീറ്റുകളിൽ നിന്നാണ് തൃശ്ശൂർ. അപൂർവമായിട്ട് മാത്രമാണ് അവിടെ തൃശ്ശൂർ LDF സ്ഥാനാർത്ഥി ജയിച്ചിട്ടുള്ളത്. അപ്പോൾ 2019-ലും വലിയ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് ജയിച്ച സീറ്റാണ് അവിടെ. ആ 80,000 വോട്ട്. അപ്പോൾ കോൺഗ്രസ് ആണ് അതിന് മറുപടി പറയേണ്ടത്. എങ്ങനെ കോൺഗ്രസ് 80,000 വോട്ട് സീറ്റിൽ ജയിച്ചെടുത്ത് തിരിച്ച് 1,00,000 ചില്ലാനും വോട്ട് ഭൂരിപക്ഷത്തിൽ BJP ജയിച്ചു? കോൺഗ്രസിന്റെ 2019 കിട്ടിയ വോട്ട് TN പ്രതാപന് കിട്ടിയതിൽ നിന്ന് 80,000 വോട്ട് എങ്ങോട്ട് പോയി എന്ന് മറുപടി പറയേണ്ടത് കോൺഗ്രസ് ആണ്, ഇടതുപക്ഷമല്ല. ഞങ്ങളുടെ സീറ്റ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ല, ഞങ്ങൾക്ക് അവിടെ സീറ്റ് കൂടിയത്. ഞങ്ങളുടെ CPIയുടെ സ്ഥാനാർത്ഥി തോറ്റ് ഒരു സെക്കൻഡ് CPIയുടെ സ്ഥാനാർത്ഥി തോറ്റ് BJP ജയിച്ചതെങ്കിൽ നിങ്ങളുടെ ചോദ്യം കറക്റ്റാണ്. ഞങ്ങൾ പൂരം കലക്കി BJP-ക്ക് വേണ്ടി ഞങ്ങൾ ശ്രമിച്ചു എന്ന് പറയാം. ഇത് ഞങ്ങളുടെ സീറ്റ് അല്ലല്ലോ, കോൺഗ്രസിന്റെ സീറ്റല്ലേ നഷ്ടപ്പെട്ടത്. ഓക്കെ, ശ്രീ റിജിൽ മാക്കുറ്റി, മുഖ്യമന്ത്രി ഏപ്രിൽ 21 പ്രഖ്യാപിച്ച അന്വേഷണമാണ് ഇപ്പോൾ പറയുന്നത്. അങ്ങനെ ഒരു അന്വേഷണമേ നടന്നിട്ടില്ല എന്ന് മുഖ്യമന്ത്രി നാളെ മാധ്യമങ്ങളെ കാണുന്നു എന്നൊക്കെ പറയുന്നു. മുഖ്യമന്ത്രി എങ്ങനെ വിശദീകരിക്കും ഇത്? അതായത് മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ച ഒരു അന്വേഷണമേ നടത്താൻ പോലീസ് തയ്യാറാവുന്നില്ലെങ്കിൽ ഈ പോലീസിനെ ഭരിക്കുന്നത് ആരായിരിക്കും? ശ്രീ അജിംസ്, യഥാർത്ഥത്തിൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിക്കുന്നത് പിണറായി വിജയനല്ല എന്ന് വളരെ കൃത്യമായി തന്നെ ആ പാർട്ടിക്കകത്ത് നിന്ന് ജയിച്ച് കടന്നല്ലേ ആ പാർട്ടിയുടെ സ്വന്തം MLA ആയി ജയിച്ച ശ്രീ PV അൻവർ തന്നെ പറഞ്ഞിട്ടുണ്ട്.
അവിടെ നിയന്ത്രിക്കുന്ന RSS ആണ് എന്നുള്ളതാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള ആരോപണം. തീർച്ചയായും അവിടെ ഇപ്പം പിണറായി വിജയൻ ഇരിക്കുന്ന കസേരയിൽ വാഴ വെച്ചാൽ ആ വാഴക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവുമായിരുന്നു. അത്രയേറെ ഈ കാര്യങ്ങളൊന്നും അറിയാത്ത ഒരു മുഖ്യമന്ത്രിയായി കേരളത്തിൽ ഇതുപോലെ കഴിവുകെട്ട ഒരു ആഭ്യന്തരമന്ത്രി ഇല്ല എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് എനിക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. വളരെ കൃത്യമാണല്ലോ. ഇപ്പോൾ ഈ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വിവരാവകാശ രേഖ പുറത്തു വന്നപ്പോൾ അങ്ങനെ അന്വേഷണം നടക്കില്ല എന്ന് പറയുന്നു. ഇത് ഞങ്ങൾ മാത്രം പറയുന്ന കാര്യമൊന്നുമല്ല. ഇതുമായി ബന്ധപ്പെട്ട് ആ മുന്നണിയിലെ തന്നെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ CPIയുടെ നേതാവായ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ശ്രീ സുനിൽകുമാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ ആക്ഷേപം ഇതാണ്. അവർക്ക് പോലും വിവരാവകാശത്തെ രേഖയെ സമീപിക്കേണ്ട സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഒരു മുന്നണിക്കകത്തെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയുടെ നേതാക്കന്മാർക്ക് പോലും ഇതുമായി ബന്ധപ്പെട്ട അറിവില്ല എന്ന് പറയുമ്പോൾ ആർക്കാണ് അറിവുള്ളത്? RSSനും അതോടൊപ്പം RSS നേതാക്കന്മാർക്കും അതോടൊപ്പം RSS നയിക്കുന്ന കേരളത്തിലെ പോലീസ് സംവിധാനത്തിനും അറിയായിരിക്കും. അതാണ് ഇതിൻ്റെ കാര്യം. കാരണം ഇത് RSSും കേരളത്തിലെ ഇടതുപക്ഷവും പ്രത്യേകിച്ച് CPMന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണവും തമ്മിലുള്ള ഒത്തുകളിയുടെ ഭാഗമാണ് ഈ പൂരം കലങ്ങിയത് എന്നുള്ളത് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. തീർച്ചയായും അതിൻ്റെ ഉത്തരവാദിത്വം അവർക്കുള്ളത് കൊണ്ട് തന്നെ ആവാം. പ്രത്യേകിച്ച് ഇന്ന് ഈ വിഷയത്തിൽ ചർച്ച ചെയ്യപ്പെടാൻ പോലും CPMന്റെ പ്രതിനിധികൾ ഈ വിഷയത്തിൽ കുറേ കാലങ്ങളായി വരാറില്ല. പക്ഷേ BJPക്കാരും എനിക്കറിയില്ല, നിങ്ങൾ BJPയുടെ പ്രതിനിധിയെ വിളിച്ചോ എന്ന് എനിക്കറിയില്ല. പക്ഷേ BJPയുടെ പ്രതിനിധികളും ഇന്നത്തെ ചർച്ചകളൊന്നും പങ്കെടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇവർ തമ്മിലുള്ള രഹസ്യ ബന്ധം എന്താണ് എന്ന് വളരെ കൃത്യമായി ചോദ്യം. പൂരം കലക്കയിൽ എങ്ങനെയാണ് കോൺഗ്രസിന്റെ വോട്ട് BJPക്ക് കിട്ടുക എന്ന ചോദ്യം ബൽദേവ് ഉന്നയിക്കുന്നു. മാത്രമല്ല K മുരളീധരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഞാൻ അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് പാർട്ടിക്ക് നെറ്റും ബോൾട്ടുമില്ല എന്ന്. അല്ല, സംഘടനാപരമായ വിഷയത്തിനപ്പുറത്തേക്ക് ഒരു തൃശ്ശൂർ പൂരം പോലെ, ശ്രീ അജിംസിനൊക്കെ അറിയാമല്ലോ, തൃശ്ശൂർ പൂരം എന്ന് പറയുമ്പോൾ തൃശ്ശൂരുകാരെ മാത്രമല്ല കേരളത്തിലെ എല്ലാ ആളുകളുടെയും ഒരു വികാരമാണ്. അത്തരത്തിൽ നിൽക്കുന്ന ഒരു സമയത്ത്, ഈ ഒരു വൈകാരികമായി നിൽക്കുന്ന സമയത്ത് ആ പൂരത്തിൻ്റെ പ്രധാനപ്പെട്ട ആ ചടങ്ങ് നടക്കുന്ന സമയത്ത് അത് പോലീസിൻ്റെ നേതൃത്വത്തിൽ അത് കലക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു തരത്തിലുള്ള ഒരു ഇടപെടലുണ്ട്. അവിടെ സുരേഷ് ഗോപി അവിടെ ഓടിയെത്തുകയാണ്. അവിടെ എല്ലാം നേതാക്കന്മാർ ഉള്ള സമയത്ത് കൃത്യമായ സമയത്ത് തന്നെ സുരേഷ് ഗോപി എത്തുകയും സുരേഷ് ഗോപി അത് കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഉണ്ടായി. അത് BJP വളരെ കൃത്യമായി ഉപയോഗിച്ചു എന്നുള്ളതാണ്. അത് അവിടെ പ്രത്യേകിച്ച് ആ സമയത്ത് സ്പോണ്ടേനിയസ് ആയി നടന്ന ആ വിഷയങ്ങൾ വളരെ കൃത്യമായി ഉപയോഗിക്കാൻ BJPക്കും സുരേഷ് ഗോപിക്കും കഴിഞ്ഞു എന്നുള്ളത് വസ്തുതയാണ്. സ്വാഭാവികമായി അത്തരത്തിലുള്ള വോട്ടുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് അവിടെ ഉണ്ടായ ഒരു വൈകാരികത അവർക്ക് അനുകൂലമായി എന്നുള്ളതാണ്. ഇതിനകത്ത് ഇപ്പോൾ ശ്രീ ബലദേവ് സൂചിപ്പിക്കുന്നത് പോലെ ഇടതുപക്ഷത്തിന്റെ വോട്ടും പോയിട്ടുണ്ട്. ഇപ്പൊ നിയമസഭയിലും അതോടൊപ്പം തന്നെ പാർലമെന്റിലും 2 പേറ്റാണെന്ന് പറയുമ്പോൾ നിങ്ങളെ വോട്ടിന്റെ കണക്ക് പരിശോധിക്കുമ്പോൾ ആ വോട്ടിനകത്ത് നിങ്ങൾക്ക് വലിയ രൂപത്തിലുള്ള തിരിച്ചടി ഉണ്ടായിട്ടില്ലേ? നിയമസഭാ തെരഞ്ഞെടുപ്പിനകത്ത് ഈ മണ്ഡലങ്ങളിൽ തൃശ്ശൂരും ഒല്ലൂരും അതോടൊപ്പം തന്നെ പുതുക്കാട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ നിങ്ങൾ നേടിയിട്ടുള്ള വോട്ടിന്റെ ശതമാനം കണക്ക് നിങ്ങളിന്ന് പരിശോധിക്കണം. ആ വോട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലല്ലോ. നാട്ടികയിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ വോട്ടിനകത്ത് ചോർച്ചയുണ്ടായിട്ടുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേണിനകത്ത് വ്യത്യസ്തമായി തന്നെയാണ്, വ്യത്യസ്തതയൊന്നുമില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിനകത്ത് വോട്ടിനകത്ത് വലിയ ചോർച്ച നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ സ്വാഭാവികമായി അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടായത് തൃശ്ശൂർ പോലെ ഏറെ UDF അല്ലെങ്കിൽ LDF ജയിക്കുന്ന ഒരു മണ്ഡലത്തിനകത്ത് ഇത്തരത്തിലൊരു സാഹചര്യം ഒരുക്കി കൊടുത്തത് അതാരാണ്? അതിനു മുമ്പ് തന്നെ നമുക്കറിയാലോ ഈ EP ജയരാജനുമായി ബന്ധപ്പെട്ട് നടന്ന വിവാദങ്ങൾ എന്താണ് കാരണം? അന്ന് ഞങ്ങൾ ആരോപിച്ചൊരു കാര്യമുണ്ട്. ഇവരുടെ പ്രകാശ് ജാവ്ദേക്കറുമായി ബന്ധപ്പെട്ട് EP ജയരാജൻ കൂടിക്കാഴ്ച നടക്കുമ്പോൾ തൃശ്ശൂർ സീറ്റുമായിട്ട് ധാരണയാണ്. അതിലെ ദല്ലാള് നന്ദകുമാർ തന്നെ അയാളെക്കുറിച്ച് നമ്മൾ ആക്ഷേപങ്ങൾ പറയുന്ന ഒരാളാണ്. പക്ഷെ അയാൾ അന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ധാരണയൊക്കെ നടന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ ദല്ലാൾ നന്ദകുമാർ അതോടെ പ്രകാശ് ജാവ്ദേക്കർ കേരളത്തിലെ LDFന്റെ കൺവീനർ ഒന്നിച്ച് സംസാരിക്കുന്നു, ബർത്ത്ഡേ പാർട്ടിക്ക് പോകുന്നു. എന്തൊക്കെയാണ് ഇതിനകത്ത് നടന്നത്? നിങ്ങളും അവരും തമ്മിലുള്ള ധാരണയല്ലേ? ശ്രീ അജിംസ്, ഞാൻ ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് BJPയിൽ നിന്ന് കിട്ടുന്ന സഹായം വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ BJP ഇതര മുഖ്യമന്ത്രിമാർക്ക് കിട്ടിയിട്ടുണ്ടോ? നിങ്ങളൊന്ന് പരിശോധിക്കണ്ടേ, കിട്ടിയിട്ടുണ്ടോ? അരവിന്ദ് കേജ്രിവാൾ അതോടൊപ്പം സോറൻ 2 പേരും ജയിലിൽ പോയി. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കള്ളക്കടത്ത് അതോടൊപ്പം തന്നെ നമുക്കറിയാം ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട അഴിമതി. ആ അഴിമതി സ്വർണ്ണക്കള്ളക്കടത്ത് നടന്ന് ഞങ്ങൾ മാത്രം പറഞ്ഞല്ല, അൻവർ ഉൾപ്പെടെ പറഞ്ഞ കാര്യമാണ്. അത്തരം വിഷയങ്ങളെല്ലാം നടന്നിട്ട് പോലും എന്തുകൊണ്ടാണ് EDയോ അല്ലെങ്കിൽ ഇൻകം ടാക്സോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണത്തിലേക്ക് പോകാഞ്ഞത്? നിങ്ങൾ പരിശോധിക്കണം. കേരളത്തിനകത്ത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനകത്ത് നരേന്ദ്രമോദി വന്ന് പിണറായി വിജയനെതിരായി നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ കുടുംബത്തെ ഉൾപ്പെടെ ആക്ഷേപിച്ച് മുന്നോട്ട് പോയപ്പോൾ ഒരക്ഷര കമാന്ന് മറുപടി പറയാൻ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറായിട്ടില്ല. രാഹുൽ ഗാന്ധിക്കെതിരെയാണ്
ആക്ഷേപം ഉന്നയിച്ചത്. രാഹുൽ ഗാന്ധിയെ ഇതുപോലെ നരേന്ദ്രമോദിയെക്കാളും ഭീകരമായ രൂപത്തിൽ ആക്ഷേപിച്ചത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. മാത്രമാണോ ആ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പൊടിയും തട്ടി കുടുംബത്തെയും കൂടി ടൂർ പോകുകയല്ലേ ചെയ്തത്? എന്തേ ബംഗാളിൽ പോയോ? കേരളത്തിലെ ഇന്ത്യയിലെ CPM-ന്റെ വേഗ മുഖ്യമന്ത്രിയല്ലേ? ബംഗാളിൽ CPM മത്സരിക്കുന്നില്ലേ? ഈവൻ രാജസ്ഥാനിൽ മത്സരിക്കുന്നില്ല. അവിടെ പോയി ഏതെങ്കിലും ഒരു CPM സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണം നടത്താൻ പൊളിറ്റ് ബ്യൂറോ മെമ്പറായ കേരളത്തിലെ മുഖ്യമന്ത്രി പോയിട്ടുണ്ടോ? പോയിട്ടില്ലല്ലോ. അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ അനുകൂലമായിരിക്കുന്ന ഒരു നേതാവ് വേറെ ആരുണ്ട്? എന്തിനേറെ പറയുന്നു, കേരളത്തിലല്ലാതെ BJPയുടെ ഒരു ഘടകകക്ഷി ഇന്ന് കേരളത്തിൽ പിണറായി വിജയന്റെ മന്ത്രിസഭയിൽ ഒരു മന്ത്രിയല്ലേ? ഇന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനത്തുണ്ടോ? അപ്പൊ അത്രയേറെ സൗകര്യം ചെയ്തു കൊടുക്കുമ്പോൾ അതിന്റെ സൗകര്യത്തിന്റെ ഗുണം ഇവർക്ക് ചെയ്തു കൊടുക്കുന്നു. കാരണം എന്താണ്? പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ഈ അഴിമതി, പിന്നെ മകളുടെ വീണ വിജയനുമായി ബന്ധപ്പെട്ട അന്വേഷണം, SFIയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള കാര്യങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം മുന്നോട്ട് പോയിട്ടുണ്ടോ? പോയിട്ടില്ല. അപ്പൊ ആ ഒരു ഘട്ടത്തിലെല്ലാം ഇവർക്ക് കൃത്യമായ രൂപത്തിലുള്ള പിന്തുണയും പിൻബലവും രണ്ടുപേരും ഒക്കെ ചങ്ങായിമാരെ പോലെ പെരുമാറിയിരിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. ആ വസ്തുതയാണ് കേരളത്തിൽ നമുക്കറിയാൻ സാധിക്കും. കേരളത്തിലെ പോലീസിനകത്ത് പോലും RSS ഉണ്ട് എന്ന് ആനി രാജയും അൻവറും ഉൾപ്പെടെയുള്ള ആളുകൾ പറയുമ്പോൾ എന്തിനാണ് പിണറായി വിജയൻ ആ കസേരയിൽ ഇരിക്കുന്നത്? സ്വന്തം കുടുംബത്തെ സംരക്ഷിക്കാൻ കേരളത്തിൽ RSSന് വഴിവെട്ടി കൊടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയായി കേരളത്തിലെ പിണറായി വിജയൻ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് നിങ്ങളാണ് അവരുമായി ധാരണ. അതാണ് ഈ പൂരം കലക്കാൻ ഉൾപ്പെടെയുള്ള വിഷയത്തിലേക്ക് നിങ്ങൾ എത്തിയത്. ശരി, ശ്രീ ആനന്ദ് കൊച്ചുകൂടി, ഇവിടെ ഇന്ന് PV അൻവർ ഈ വിഷയം ഉന്നയിച്ചതിന് ശേഷം ഇന്നലെ വൈകിട്ട് ഒരു വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ADGP അജിത് കുമാറിനെതിരെ. ആ വിജിലൻസ് അന്വേഷണത്തിൽ SP സുജിത് ദാസും അതുപോലെ അജിത് കുമാറിനെതിരെയും ഉയർന്ന ആരോപണങ്ങൾ ഒരുമിച്ചാണ് അന്വേഷിക്കുക. ഒറ്റ അന്വേഷണമാണ് അത്. ഒരു ഡീറ്റെയിൽഡ് എൻക്വയറി എന്നാണ് ഉത്തരവിൽ പറയുന്നത്. ഒരു ക്വിക്ക് വെരിഫിക്കേഷനൊന്നും അല്ല. വിജിലൻസ് അന്വേഷണത്തിന് രണ്ട് ഘട്ടമുണ്ടല്ലോ, ഒരു ക്വിക്ക് വെരിഫിക്കേഷനും പിന്നെ യഥാർത്ഥത്തിൽ അന്വേഷണവും. അപ്പോൾ ക്വിക്ക് വെരിഫിക്കേഷൻ അല്ല, ഡീറ്റെയിൽഡ് എൻക്വയറി എന്നാണ് ഉത്തരവിൽ തന്നെ പറയുന്നത്. ആ ഡീറ്റെയിൽഡ് എൻക്വയറി നടക്കുമ്പോൾ ഒരു അഴിമതി കേസിൽ ഒരു ഉദ്യോഗസ്ഥൻ, IPS ഉദ്യോഗസ്ഥനെതിരെ രണ്ട് IPS ഉദ്യോഗസ്ഥർക്കെതിരെ ഡീറ്റെയിൽഡ് എൻക്വയറി നടക്കുമ്പോഴും ആ IPS ഉദ്യോഗസ്ഥൻ സംസ്ഥാനത്തെ സുപ്രധാനമായ ചുമതലയിൽ തുടരുകയാണ്. അയാളൊന്ന് മാറ്റി നിർത്തി അന്വേഷിക്കാൻ പോലും ആഭ്യന്തര വകുപ്പിന് കഴിയാത്തതെന്നുകൊണ്ടാണ്. അല്ല, ഈ അജിത് കുമാർ എന്ന ADGPക്ക് എന്തോ സവിശേഷമായ പ്രാധാന്യം പിണറായി വിജയൻ കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമുക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. കാരണം ഇദ്ദേഹത്തിനെതിരെ ഇത്രയും വലിയ ആരോപണങ്ങൾ വരുന്നു. മുഖ്യമന്ത്രി ഒരു വേള അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കും എന്ന് സൂചിപ്പിച്ച് കോട്ടയത്ത് ഒരു ചടങ്ങിൽ വെച്ച് സൂചിപ്പിച്ചതിന് ശേഷം ആ ദിവസം മുഖ്യമന്ത്രി അജിത് കുമാറിന് മുഖം കൊടുക്കാത്ത ആ ചിത്രമൊക്കെ മനോരമയിൽ വരികയൊക്കെ ചെയ്തു. പക്ഷെ അന്ന് രാത്രി തന്നെ മുഖ്യമന്ത്രിക്ക് വീണ്ടും പുനർവിചിന്തനം ഉണ്ടാവുകയും അത് ശശിയിലേക്കും തന്നിലേക്കും എത്തും ഈ ആരോപണങ്ങളെല്ലാം എന്ന് മനസ്സിലാക്കിയിട്ടാണോ അദ്ദേഹം അതിലൊരു വീണ്ടും വിചാരം ഉണ്ടാകുന്നു? ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. ഒരു പ്രഹസനമായ ഒരു അന്വേഷണം എന്ന രീതിയിൽ അദ്ദേഹത്തിന് തന്നെ കീഴിലുള്ള സ്പർജൻ കുമാറിനെയും തോംസൺ ജോസിനെയും ഒക്കെ IG-മാരെ കൊണ്ട് അന്വേഷണം, അത് DGP ആയിട്ടുള്ള ഷെയ്ഖ് ദർവേഷ് സാഹിബ് ആണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന ഒരു തൊടുന്യായം പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഈ അജിത് കുമാറിൻ്റെ കീഴ് ഉദ്യോഗസ്ഥരെ വെച്ച് ഒരു അന്വേഷണം പ്രഖ്യാപിക്കുന്നു. ആ അന്വേഷണം വളരെ ഓപ്പൺ എൻഡഡ് ആണ്. ഈ CPI-ക്കാർ അവർ ഭയങ്കര ശുദ്ധന്മാരാണ്. അവർക്ക് മുഖ്യമന്ത്രിയിൽ ഇപ്പോഴും ഭയങ്കര വിശ്വാസമാണ്. അതിപ്പോൾ സുനിൽകുമാറിനെ പോലെയുള്ള വിഭാഗമാണെങ്കിലും മറിച്ച് ബിനോയ് വിശ്വത്തിൻ്റെ കൂടെ നിൽക്കുന്ന മറ്റു വിഭാഗം ഈ CPI-യിലും ഉണ്ട് വിഭാഗങ്ങൾ. പണ്ട് കാനം രാജേന്ദ്രനും EK ഇസ്മായിലും ഒക്കെ ആണ് അതിൻ്റെ പതാകവാഹകരെങ്കിൽ ഇപ്പോൾ അത് മറ്റ് നേതാക്കളാണ്. അപ്പോൾ അവർക്കെല്ലാം ഭയങ്കര വിശ്വാസമാണ്. ഇപ്പോൾ പ്രകാശ് ബാബു ഒരു ലേഖനം എഴുതി ബിനോയ് വിശ്വം എന്താണ് പറയേണ്ടത് എന്ന് അദ്ദേഹം ശങ്കിച്ച് നിൽക്കുകയാണ്. എന്തായാലും അവർക്കെല്ലാം ഉള്ളിലെങ്കിലും ഒരു വികാരമുണ്ട്. അല്ലെങ്കിൽ അവരോട് രഹസ്യമായിട്ടും അല്ലെങ്കിൽ സ്വകാര്യമായിട്ടും സംസാരിക്കുമ്പോൾ അവരെല്ലാം പറയുന്ന ഒരു കാര്യമാണ്, അവർക്കൊന്നും മനസ്സിലാകുന്നില്ല എന്താണ് ഇവിടെ നടക്കുന്നത്. ഈ കണ്ണൂരിൽ നിന്ന് ഉള്ള രാജ്യസഭാ അംഗം P സന്തോഷ് കുമാർ CPI മുന്നണി തന്നെ മാറണം എന്ന രീതിയിലുള്ള ചർച്ചയൊക്കെ അവർ പാർട്ടിയിൽ നടത്തി എന്നാണ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ഇവിടെ അജിത് കുമാറിനെതിരെ ഇന്നലെ ഏകദേശം ഈ സമയത്തൊക്കെ ഒരു വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചതിന് ശേഷവും അദ്ദേഹം ഇപ്പോഴും ആ കസേരയിൽ ഇരിക്കുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ മുഖ്യമന്ത്രി നമ്മളൊക്കെ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ നമ്മളൊക്കെ സംശയിക്കും. ഇപ്പോൾ സാധാരണ ജനം, കേരളത്തിലെ പൊതുജനം ഇങ്ങനെ സംശയിക്കുന്നുണ്ട്. ഈ സ്വർണ്ണക്കടത്തിൻ്റെ സമയം മുതൽ മുഖ്യമന്ത്രി സംശയത്തിൻ്റെ നിഴലിലാണ്. ഇപ്പോൾ കോവിഡ് വന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ നിരന്തരം പ്രസ് കോൺഫറൻസ് നടത്തി ജനങ്ങളെ മസ്തിഷ്ക പ്രക്ഷാളനം, ബ്രെയിൻ വാഷിംഗ് ചെയ്ത് അവരെ താൻ ഈ കൈകൾ ശുദ്ധമാണെന്ന് പലതവണ പറഞ്ഞ്
അവരെ എങ്ങനെയൊക്കെയോ അവരെ കയ്യിലെടുത്തു. അതിനുശേഷം വീണ്ടും ഈ ആരോപണങ്ങളൊക്കെ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുകയാണ്. സ്വപ്ന സുരേഷ് ഒത്തിരി കാര്യങ്ങൾ അവരുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. മീഡിയ വൺ ചാനലടക്കം സ്വപ്ന സുരേഷിന് ഒരു സംഘി പാളയത്തിലേക്ക് പോയ ഡിസ്ക്രെഡിറ്റഡ് ആയിട്ടുള്ള ആൾ എന്ന രീതിയിൽ അവർ പറയുന്നത് ഒന്നും പ്രാധാന്യം കൊടുക്കാതെ അവരെ ഒക്കെ മൂലക്കിരുത്തി വീണ്ടും ഈ പിണറായി വിജയന് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ പോലും ഒരു എന്താ പറയുന്നത് പക്ഷപാതിത്വം എന്ന് തോന്നുന്ന രീതിയിൽ സർക്കാർ പറയുന്ന ലൈൻ സത്യമാണെന്ന രീതിയിൽ പ്രചരിപ്പിച്ച് ആ സമയത്തൊക്കെ സർക്കാരിന് പൂർണ്ണ പിന്തുണ കൊടുക്കുകയാണ്. അത് ഇവിടുത്തെ പ്രതിപക്ഷം അവരുടെ കഴിവുകേട് കൂടിയാണ്. അവർക്കും ഈ കാര്യമായിട്ടൊന്നും ഈ കാര്യത്തിൽ കേരളത്തിലെ പൊതുജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇതിനെക്കുറിച്ച് എന്താണ് നടക്കുന്നത് എന്നുള്ള ഒരു കൃത്യമായ ഒരു കാര്യം അവരിലേക്ക് എത്തിക്കാൻ കേരളത്തിലെ പ്രതിപക്ഷത്തിനും കഴിഞ്ഞിട്ടില്ല, കോൺഗ്രസിനൊന്നും തീരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിനൊക്കെ ശേഷം ഇപ്പോൾ പിണറായി വിജയൻ ഈ അടുത്ത കാലത്താണ് മുഖ്യമന്ത്രിയുടെ മകളുടെ കാര്യം, ഈ മകളുടെ കേസ്, അത് ഓപ്പൺ ആൻഡ് ഷട്ട് കേസ് എന്ന് പറയില്ലേ, അതായത് അതിൽ ക്യാഷ് ട്രാൻസാക്ഷൻ നടത്തുന്നുണ്ട്, ബാങ്ക് വഴിയാണ് നടന്നത് എന്ന ഓപ്പൺ ആയിട്ടുള്ള വളരെ ഉറപ്പായിട്ടും അവർക്ക് നിഷേധിക്കാൻ പറ്റാത്ത തരത്തിലുള്ള തെളിവുള്ള കേസിൽ ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല SFI അന്വേഷണം നടക്കും, ഇപ്പോൾ എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ നടക്കും എന്നൊക്കെ പറഞ്ഞിട്ടും ഒന്നും നടന്നിട്ടില്ല. അതിനൊക്കെ മുൻപ് ഇത് പുറത്തു വന്നത് തന്നെ ഒരു പത്രം മലയാള മനോരമ അത് പുറത്തുവിട്ടില്ലായിരുന്നെങ്കിൽ ഈ കാര്യം നമ്മൾ ചിലപ്പോൾ ഇപ്പോൾ പോലും അറിയുമായിരുന്നില്ല. ഇന്നിപ്പോൾ മനോരമ ന്യൂസാണ് ഒരു RTI ഫയൽ ചെയ്തുകൊണ്ട് ഈ കാര്യത്തിൽ പോലീസിൻ്റെ ഒളിച്ചുകളി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ തന്നെ ഒളിച്ചുകളി പുറത്തു കൊണ്ടുവന്നത്. അതായത് ഇങ്ങനെ പൂരം കലക്കിയതിനെക്കുറിച്ച് ഒരു അന്വേഷണമേ നടക്കുന്നില്ല. നമുക്കറിയാം കഴിഞ്ഞ ഏപ്രിൽ 19, 20 ഇവിടെ പൂരം നടക്കുന്നു. അന്ന് തന്നെ വലിയ വിവാദങ്ങളുണ്ടാകുന്നു. ഞാൻ ആ ദിവസങ്ങളിലെ കുറച്ച് വിഷ്വൽസൊക്കെ യൂട്യൂബിൽ നോക്കുകയായിരുന്നു, അന്ന് ഉണ്ടായ ചില കാര്യങ്ങൾ. കാരണം ഇപ്പോൾ ആൾക്കാർ ഒരു ഓർമ്മയിൽ നിന്നാണല്ലോ പറയുന്നത്. അതിനുശേഷം മുഖ്യമന്ത്രി 21-ാം തീയതി പറയുന്നുണ്ട് ഒരാഴ്ചക്കകം അന്വേഷണം നടക്കും. അതിന് മുൻപ് തന്നെ 3 ദിവസത്തിനുള്ളിൽ അന്നത്തെ ADGP മനോജ് അബ്രഹാം പറയുന്നു. ഇപ്പൊ ഇതിൽ ഈ വാർത്തയിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടായിട്ടുണ്ട്, ഞാൻ അതിലേക്ക് വരാം. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിവരാവകാശത്തിന് മറുപടി നൽകിയ ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. പോലീസ് ആസ്ഥാനത്തെ ഇൻഫർമേഷൻ ഓഫീസറായ DYSP MS സന്തോഷിനെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെതാണ് നിർദ്ദേശം. സന്തോഷ് നൽകിയ മറുപടി തെറ്റാണെന്നും സർക്കാരിനും പോലീസും സേനയ്ക്കും കളങ്കം വരുത്തിയെന്നും കണ്ടെത്തിയതിനെ തുടർന്നാണ് സസ്പെൻഷൻ ഉള്ളത്. KR സാജു വിവരണവുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. സാജു, ഈ മനോരമയ്ക്ക് കൊടുത്ത വിവരാവകാശ മറുപടിയിൽ എന്താണ് ആക്ച്വലി പറഞ്ഞത് ഈ ഇൻഫർമേഷൻ ഓഫീസർ? അങ്ങനെ അത് അദ്ദേഹം തെറ്റിദ്ധരിച്ച് പറഞ്ഞതാണോ? എന്താണ് ഈ സസ്പെൻഷന് കാരണം? അജിൻസ്, തൃശൂർ പൂരം നടത്തിപ്പോ അന്നത്തെ വിവാദവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് അത്തരം ഒരു അന്വേഷണം നടക്കുന്നില്ല എന്ന് നൽകിയ മറുപടി വലിയ വിവാദത്തിലേക്ക് പോയി. അത് സർക്കാരിനെ ആകെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന രീതിയിലേക്ക് ആ വിവാദം വളർന്നു. അവിടെയാണ് ഇപ്പോൾ സർക്കാർ ഒരു അവകാശവാദം ഉന്നയിക്കുന്നത്. അത്തരത്തിൽ അത് തെറ്റായ വിവരാവകാശ മറുപടിയാണ് നൽകിയത്, അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ സർക്കാർ വിശദീകരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആ മറുപടി നൽകിയത് പോലീസ് ആസ്ഥാനത്തെ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറും NRI സെൽ DYSPയുമായ MS സന്തോഷ് ആയിരുന്നു. ആ സന്തോഷിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാനുള്ള നിർദ്ദേശം മുഖ്യമന്ത്രി നൽകി. അതിനു മുമ്പ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യണമെന്ന നിർദ്ദേശവുമാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യം വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: തെറ്റായ മറുപടി നൽകി സർക്കാരിനും പോലീസ് സേനയ്ക്കും കളങ്കമുണ്ടാക്കുകയാണ് MS സന്തോഷ് എന്ന DYSP ചെയ്തിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി ഇപ്പോൾ നടപടിയെടുക്കാനുള്ള നിർദ്ദേശം നൽകുകയും ഈ ഇൻഫർമേഷൻ ഓഫീസർക്ക് അതിന് നടപടി സ്വീകരിക്കുമ്പോൾ അദ്ദേഹം തെറ്റായ വിവരം നൽകി എന്നുള്ള സർക്കാരിന്റെ വാദം ശരി. പക്ഷേ ഈ അന്വേഷണം നടക്കുന്നുണ്ട്, അന്വേഷണം നടന്നിട്ടുണ്ട് എന്ന് സർക്കാർ പറയുന്നുണ്ടോ? അന്വേഷണം ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഇപ്പോൾ ഇറക്കിയിരിക്കുന്ന വാർത്താക്കുറിപ്പ് എന്ന് പറയുന്നത് ആകെ 2 സെന്റൻസ് ആണുള്ളത്. അതിൽ അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് പറയുന്നില്ല. പകരം ഈ ഉദ്യോഗസ്ഥർ നൽകിയ വിവരാവകാശ നിയമപ്രകാരമുള്ള മറുപടി തെറ്റാണ് എന്നാണ് വിശദീകരിക്കുന്നത്. പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ആ 2 വരി പൂർണ്ണമായും ഞാൻ വായിക്കാം. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള വാർത്താക്കുറിപ്പ്: പോലീസ് ആസ്ഥാനത്തിലെ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറും NRI സെൽ DYSPയുമായ MS സന്തോഷിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുന്നതിനും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുന്നതിനും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി. തൃശൂർ പൂരം സംബന്ധിച്ച അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരാവകാശ അപേക്ഷയ്ക്ക് തെറ്റായ മറുപടി നൽകി സർക്കാരിനും പോലീസ് സേനയ്ക്കും കളങ്കമുണ്ടാക്കി എന്ന് കണ്ടതിനെ തുടർന്നാണ്
തുടർന്നാണ് നടപടി എന്ന 2 വരി വാർത്താക്കുറിപ്പാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇറക്കിയിരിക്കുന്നത്. ഇതിനകത്ത് തെറ്റായ മറുപടിയാണ് നൽകിയത് എന്ന് പറയുന്നുണ്ട്. അതിനർത്ഥം അന്വേഷണം നടക്കുന്നില്ലെന്നായിരുന്നു ആ ഉദ്യോഗസ്ഥൻ നൽകിയ മറുപടി. സ്വാഭാവികമായും അന്വേഷണം നടക്കുന്നുണ്ട് എന്നതായി സർക്കാരിന്റെ വാദമായി ഇവിടെ മാറുകയാണ്. അജിത്, ഒറ്റ കാര്യം സാജു, നാളെ 11 മണിക്ക് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നുണ്ടോ? നാളെ 11 മണിക്ക് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണും. PV അൻവർ MLA ഗുരുതരമായ ആരോപണം ഉന്നയിച്ച് ഏതാണ്ട് 20 ദിവസം പിന്നിടുമ്പോഴാണ് ആദ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക്, അതായത് ഒരു വാർത്താ സമ്മേളനത്തിനായി മുഖ്യമന്ത്രി എത്തിച്ചേരുന്നത് എന്നതാണ് നാളത്തെ പ്രത്യേകത. സ്വാഭാവികമായും ഇതടക്കമുള്ള പൂരം കലക്കലുമായി ബന്ധപ്പെട്ട വിവാദമുണ്ട്. ADGP MR അജിത് കുമാറിനെതിരായ ഗുരുതരമായ ആരോപണങ്ങൾ PV അൻവർ MLA ഉയർത്തിയതുണ്ട്. ഇതടക്കമുള്ള വിഷയങ്ങൾ നാളെ മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിക്കും. അതിനൊക്കെ മുഖ്യമന്ത്രി എന്തു മറുപടി നൽകും എന്ന കാര്യം രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നതാണ്. അജിം, ശരി, സാജുവാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ആനന്ദ്, ഇവിടെ രണ്ടാലൊരു കാര്യം ഉറപ്പാണ്. ഒന്നുകിൽ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാൻ വേണ്ടി ഈ സന്തോഷ് എന്ന് പറയുന്ന DSP തെറ്റായ വിവരം നൽകി. ഒരു അന്വേഷണം നടന്നിട്ടുണ്ട്, ആ റിപ്പോർട്ട് ചിലപ്പോൾ സർക്കാരിൻ്റെ കയ്യിലുണ്ടാകും, സർക്കാർ പുറത്തുവിട്ടിട്ടുണ്ടാവില്ല, പക്ഷെ നടന്നിട്ടില്ല എന്ന് പറഞ്ഞ് സർക്കാരിനെ അപമാനിക്കാൻ വേണ്ടി അങ്ങനെ ഒരു മറുപടി കൊടുത്തിട്ടുണ്ടാവും. അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു അന്വേഷണമേ നടന്നിട്ടില്ല, വിവരാവകാശ നയപ്രകാരം കൊടുത്ത അപേക്ഷയിൽ മറുപടി പറഞ്ഞാൽ അന്വേഷണമേ നടന്നിട്ടില്ല. ഇപ്പോൾ നാളെ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുമ്പോൾ അന്വേഷണം നടന്നു എന്ന് പറയുമോ, അന്വേഷണം നടന്നെങ്കിൽ ആ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് പറയുമോ? ഇതിപ്പോൾ ആകെ കൺഫ്യൂഷനായല്ലോ. അല്ല, നമ്മൾ ഈ കാഫിർ സ്ക്രീൻഷോട്ടിൻ്റെ കാര്യം അറിയില്ലേ, അത് ആദ്യം പോലീസുകാരിപ്പോൾ CPM ബന്ധമുള്ള അവിടെ വടകരയിലുള്ള ഒരു പ്രമുഖ DYFI നേതാവിനെ ഉൾപ്പെടെ ഇതിൽ അദ്ദേഹത്തിൻ്റെ ഫോണിൽ നിന്നാണ് ഈ സ്ക്രീൻഷോട്ട് പോയത് എന്ന് സ്ഥിരീകരിച്ചതിന് ശേഷം ഇവിടെ പെട്ടെന്ന് ആ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ മാറ്റിയിട്ട് പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ആ കേസിൽ ചുമതല കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ CPMന് വേണ്ട റിപ്പോർട്ടും CPMന് വേണ്ട തെളിവുകളും CPMന് വേണ്ട കാര്യങ്ങളും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള അജിത് കുമാറിനെ പോലെ എന്ത് തരത്തിലും നടുവളച്ച് ആരുടെ മുന്നിലും ഒരു എത്തിക്സും പ്രിൻസിപ്പിൾസും നൈതികതയും ഇല്ലാതെ എന്തും ചെയ്യാൻ പറ്റുന്ന കുറേ പോലീസുകാരെ ഇവർ തീറ്റിപ്പോറ്റി വളർത്തുന്നുണ്ടല്ലോ. അവർക്ക് പ്രത്യേകിച്ച് പ്രിൻസിപ്പിൾസ് ഒന്നുമില്ല. നാളെ ഇപ്പോൾ BJPക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിക്ക് വേണ്ടിയോ അവരിത് തന്നെ ചെയ്യും. അങ്ങനെയുള്ള ആൾക്കാരെയാണ് ഇപ്പോൾ ഈ പോലീസിൽ ഈ CPM എനിക്ക് തോന്നുന്നു കുറേ കാലമായിട്ട് പിണറായി വിജയൻ ഉൾപ്പെടെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾക്ക് നടത്തിയെടുക്കാനായിട്ട് അദ്ദേഹം പോലും ഇങ്ങനെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ കഴിവുകേടാണ് എന്ന് പറയേണ്ടി വരും അങ്ങനെയാണെങ്കിൽ. ഇപ്പോൾ CPMന് പോലീസിനെ ഇങ്ങനെ പിണറായി വിജയൻ പലപ്പോഴും പോലീസിനെ ഇങ്ങനെ പേടിക്കുന്നത് എന്തിനാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അത്രയും കാര്യങ്ങൾ ഈ പണ്ട് ഏതോ ഒരു സിനിമയുണ്ടല്ലോ 95-ൽ ഇറങ്ങിയ കാട്ടിലെ തടി തേവരുടെ ആന എന്ന സിനിമയുണ്ട്. അതിൽ ജഗതി ശ്രീകുമാർ ഡബിൾ റോളാണ്. ഒരാൾ മുഖ്യമന്ത്രിയും മറ്റേ ആൾ ഡ്യൂപ്പാണ്. അപ്പോൾ ഡ്യൂപ്പിനോട് പറയും നിങ്ങളോട് പത്രക്കാരെന്തെങ്കിലും ചോദിച്ചാൽ നോ കമൻസ് എന്ന് മാത്രം പറയുകയെന്ന്. പിണറായി വിജയന് പിന്നെ നോ കമൻസ് എന്ന് പറയേണ്ട കാര്യമില്ല. കൂടെ നടക്കുന്ന കുറേ അംഗരക്ഷകർ മൈക്ക് തട്ടി തെറിപ്പിക്കുകയും ഇദ്ദേഹത്തിന് സ്വയം കടക്കു പുറത്തു എന്ന് പറയാനും സാധിക്കുന്ന ഈ കാലമായതുകൊണ്ട് അന്ന് പത്രക്കാർക്ക് കുറച്ചുകൂടി വിലയുണ്ടായിരുന്ന കാലമാണ്. അന്ന് പത്രക്കാർ ചോദിച്ചാൽ മുഖ്യമന്ത്രിമാർ ഉത്തരം പറയുമായിരുന്നു. ഇപ്പോൾ നാളെ അദ്ദേഹം വന്നിട്ട് മിക്കവാറും പറയാൻ പോകുന്നത് ഒരാഴ്ചക്കകം എന്ന് ഞാൻ പറഞ്ഞ റിപ്പോർട്ട് എനിക്ക് അന്ന് തന്നെ കിട്ടിയിരുന്നു. പക്ഷേ അത് ചില കാരണങ്ങൾ കൊണ്ട് അത് വളരെ സെൻസിറ്റീവായിട്ട് ഉള്ള കാരണങ്ങൾ കാരണം പുറത്തുവിടാത്തതാണെന്നോ അങ്ങനെ മറ്റുമായിരിക്കും അദ്ദേഹം പറയുന്നത്. അദ്ദേഹം അതിൻ്റെ കണ്ടൻസ് പറയുമോ എന്ന് വ്യക്തമല്ല. അല്ലെങ്കിൽ ഇത് അജിത് കുമാർ തന്നെയാണ് ഇത് അന്വേഷിച്ചത് എന്ന് മനോരമ ഓൺലൈനിൽ ഒരു റിപ്പോർട്ടിൽ ഞാൻ വായിച്ചിരുന്നു. ഇനിയിപ്പോൾ അതുപോലും മാറ്റി പറയുമോ അല്ലെങ്കിൽ എന്താണ് ഈ റിപ്പോർട്ടിൽ എന്നുള്ള ആ കാര്യം നാളെ വ്യക്തമാക്കുമോ എന്നറിയില്ല. പക്ഷേ അദ്ദേഹം വന്നിട്ട് CPMനെ ന്യായീകരിച്ചുകൊണ്ട് കുറേ കാര്യങ്ങൾ പറയും. കഴിഞ്ഞ ദിവസം അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞില്ലേ, ഞാൻ ഇന്ദ്രനും ചന്ദ്രനും നടുവിൽ മറ്റേ ഊരിപ്പിടിച്ച വാളിൻ്റെ ഇടയിലേക്കൊക്കെ നടന്ന ആളാണ്. തലശ്ശേരി കലാപത്തിൻ്റെ വിധേയത്വ കമ്മീഷൻ റിപ്പോർട്ട് ആരും മുഴുവൻ വായിക്കാത്തതുകൊണ്ട് ഇവരുടെ കള്ളക്കഥകൾ കുറേ കാലം അത് വേദവാക്യമാക്കി എടുത്തു. ഇപ്പോൾ പോലും അവർ പറയുന്ന ഒരു വ്യാജ രക്തസാക്ഷിയുടെ പേര് കഴിഞ്ഞ ദിവസവും പിണറായി വിജയൻ പറയുന്നുണ്ടായിരുന്നു. ഇത് പറഞ്ഞിട്ടാണ് ഈ 72 ഡിസംബറിൽ നടന്ന തലശ്ശേരി കലാപത്തിന് കൃത്യം അടുത്ത തെരഞ്ഞെടുപ്പ് 71 ഒക്ടോബറിലാണ് അതിന് മുമ്പ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ 71 ഡിസംബർ 72 ജാനുവരിയിൽ നടക്കുന്ന ഈ കലാപത്തിന് ശേഷം നടക്കുന്ന അടുത്ത തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് 1977ആണ്.
ആ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനും കെ ജി മാരാറും ഒക്കെ തലയിൽ കൈയിട്ടുകൊണ്ട് നടന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും 4000 വോട്ടിന് പിണറായി ജയിക്കുകയും 4000 വോട്ടിന് മാരാർ തോക്കുകയും ചെയ്തു എന്നുള്ളത് പിൽക്കാല ചരിത്രം. എന്തായാലും ഈ RSSുമായിട്ടുള്ള ബന്ധത്തെയും ബന്ധമില്ലായ്മയൊക്കെ പറയുമ്പോൾ ചരിത്രം ഒത്തിരി ഉണ്ട്. അതിൽ മാഹി പുഴയിലൂടെ കുറേ വെള്ളം ഒഴുകിപ്പോയിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ പിണറായി വിജയൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ്? ഇപ്പോൾ അദ്ദേഹം എത്ര കോംപ്രമൈസ്ഡ് ആണ്? ഇപ്പോൾ അദ്ദേഹം ഏതൊക്കെ കാര്യത്തിന് വേണ്ടിയാണ് BJPക്ക് മുൻപിൽ മുട്ടുമടക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ പതുക്കെ ചുരുളഴിഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് നമ്മൾക്ക് അടുത്ത ദിവസങ്ങളിൽ കുറച്ചുകൂടി വ്യക്തമായി നമ്മൾക്ക് മുന്നിൽ വരും എന്നാണ് ഞാൻ കരുതുന്നത്. ശരി, അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ, നോക്കൂ, ഈ പറയുന്ന റിപ്പോർട്ട് പുറത്തു വിടണമെന്ന് കഴിഞ്ഞ 3-ാം തീയതി VS സുനിൽകുമാർ ആവശ്യപ്പെട്ടതാണ്. അന്വേഷണം നടന്നിട്ടുണ്ട്, അത് പുറത്തു വിടണം വിവരങ്ങൾ. ഒരാളും അതിനോട് പ്രതികരിച്ചില്ല, മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല, ആരും പറയുന്നില്ല അങ്ങനെ അന്വേഷണം നടന്നു എന്നറിയില്ല. ഇന്ന് VS സുനിൽകുമാർ തന്നെ ഒരു വിവരാവകാശ അപേക്ഷ കൊടുത്തു. കാരണം മനോരമ കൊടുത്ത വിവരാവകാശ അപേക്ഷയിലാണ് അന്വേഷണം നടന്നിട്ടില്ല എന്ന് പറയുന്നത്. അദ്ദേഹം തന്നെ ഒരു വിവരാവകാശ അപേക്ഷ കൊടുത്തപ്പോൾ പൊടുന്നനെ ഈ ഇൻഫർമേഷൻ ഓഫീസർ സസ്പെൻഡ് ചെയ്യുന്നു. ഇതൊക്കെ എന്ത് നടപടിക്രമമാണ്? ഇത് എന്തിനു വേണ്ടിയാണിത്? തുടക്കത്തിലെ ഞാൻ പറഞ്ഞല്ലോ, ഈ റിപ്പോർട്ട് തെറ്റാണ്. വളരെ വ്യക്തമായ കാര്യങ്ങൾ നാളെ നമുക്കറിയാൻ പറ്റും. അല്പം കൂടെ ക്ഷമിക്കാൻ. കാരണം ഇത് അന്വേഷണം നടന്നതാണ്. അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് ഗവൺമെൻറ് പക്കലുണ്ട്. അത് പൂർണ്ണമായി ലഭിച്ചോ എന്ന് എനിക്കറിയില്ല. പ്രാഥമിക റിപ്പോർട്ട് അതിലൂടെ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ അറിവ് നാളെ 11 മണിക്ക് പൂരം അട്ടിമറി അന്വേഷിച്ച ഉദ്യോഗസ്ഥനാരാണെന്ന് അറിയാം. ADGPയുടെ നേതൃത്വത്തിൽ തന്നെയാണ് അത് അന്വേഷിച്ചത്. അജിത് കുമാറിൻ്റെ നേതൃത്വം തന്നെയാണ് അന്വേഷിച്ചത്. അപ്പോൾ അതിൻ്റെ പിന്നിലെ കള്ളമൊക്കെ നമുക്കറിയില്ല. പക്ഷേ എങ്കിലും അന്വേഷണം നടന്നു. ആ റിപ്പോർട്ട് ഗവൺമെൻറ് പക്കലുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, അത് പൂർണ്ണമാണോ ഭാഗികമാണോ നമുക്കറിയില്ല. റിപ്പോർട്ട് ഗവൺമെൻറ് പക്കലുണ്ട്. നിരവധി പേരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അന്വേഷണം എത്രത്തോളം താഴേക്ക് പോയി നടന്നു എന്നുള്ളത് മാത്രമാണ് നമുക്കറിയാനുള്ളത്. പൂരം കലങ്ങിയെന്ന് തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, പൂരം കലങ്ങിയെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ പൂരം കലങ്ങിയ വിഷയവുമായിട്ട് നമ്മളിങ്ങനെ വരുമ്പോൾ ബഹുമാനപ്പെട്ട ആനന്ദ് കൊച്ചുകുട്ടി കുറേ കൂടി കയറി മാധ്യമപ്രവർത്തനമായിട്ടിരുന്നുകൊണ്ട് റിജിൽ മാക്കുറ്റി പോലും അത്രയും കടന്നുപോയില്ല. എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. വീണയുടെ കാര്യം പറഞ്ഞു, സ്വർണ്ണക്കടത്ത് കേസ് പറഞ്ഞു, അത് BJPയുമായിട്ടുള്ള ബന്ധങ്ങൾ പറഞ്ഞു. വീണയുടെ കേസ് ശ്രീ ആനന്ദ് കൊച്ചുകുട്ടി നിയമം അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് ആനന്ദ് കൊച്ചുകുട്ടി വളരെ ലീഗലായിട്ട് ഒരു കമ്പനി മറ്റൊരു കമ്പനിക്ക് എഗ്രിമെന്റ് എഴുതി ബാങ്ക് വഴിയുള്ള ട്രാൻസാക്ഷൻ കേസൊക്കെ എടുക്കാം. 8 മാസത്തെ കാലാവധിയാണ് ഫിനാൻസ് മിനിസ്റ്റർ നൽകിയത് SFI അന്വേഷണത്തിന്. ഇപ്പൊ എത്ര മാസം? ഞാൻ പറഞ്ഞത് വീണയുടെ കേസിന്റെ കാര്യം ശ്രീ ആനന്ദ് കൊച്ചുകുട്ടി പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിയമത്തിന്റെ ഹരിശ്രീ അറിഞ്ഞുകൂടാത്തവരാണ് വീണയുടെ കേസിന്റെ കാര്യം പറഞ്ഞത്. കേസ് കൊടുത്താലോ? ഇതിപ്പോ സെപ്റ്റംബർ മാസമാണ്, 8 മാസം കഴിഞ്ഞു. ഉണ്ട്, അത് ആയിക്കോട്ടെ, അന്വേഷണം നടന്നു. അവർക്കൊന്നും കൊടുക്കാൻ പറ്റില്ല. കാര്യം SFIക്ക് ഒന്നും കൊടുക്കാൻ പറ്റില്ല. കാരണം അത് 2 ലീഗൽ ട്രാൻസാക്ഷനാണത്. ലീഗൽ ട്രാൻസാക്ഷൻ ഞാനും ആനന്ദ് കൊച്ചുകുട്ടിയും തമ്മിലൊരു എഗ്രിമെൻ്റ് എഴുതി ഞാൻ ഒരു സേവനം ആനന്ദ് കൊച്ചുകുട്ടിക്ക് ചെയ്യാം എന്ന് ഞാൻ പറയുന്നു. ആനന്ദ് കൊച്ചുകുട്ടി എനിക്ക് ബാങ്ക് വഴി കാശ് തരുന്നു. ഞാൻ ആ സേവനം ചെയ്തില്ലെങ്കിൽ എന്താ ആനന്ദ് കൊച്ചുകുട്ടി എൻ്റെ നടപടി? സിവിലായിട്ട് ക്രിമിനൽ അല്ലത്, അതിന് സിവിൽ ലയബിലിറ്റിയാണ്. എൻ്റെ കയ്യിൽ നിന്ന് ആ പണം തിരിച്ചടക്കാനുള്ള കേസ് നടത്താം, നഷ്ടപരിഹാരം ചോദിക്കാം. അതിൻ്റെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിനെ SFIക്കൊക്കെ യാതൊന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് അന്വേഷിച്ച് വേണമെങ്കിൽ ഒരു കേസ് എടുക്കാം. ആ കേസ് കോടതിയിൽ ചെല്ലുമ്പോൾ കേസ് നിൽക്കില്ല, തള്ളിപ്പോവും. കാരണം അതിലത്തെ അഗ്രീവ്ഡ് പേഴ്സൺ എന്ന് പറയുന്നത് CMRല്ല. അവർക്ക് പരാതിയില്ല. ഞാൻ ആനന്ദ് കൊച്ചുകുട്ടിക്ക് പണം കൊടുത്ത് അഗ്രിമെൻ്റ് ഉണ്ടാക്കിയാൽ എനിക്ക് പരാതിയില്ലെങ്കിൽ പിന്നെ ആർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പറയണം എനിക്ക് ഇത്ര ലക്ഷം രൂപ നഷ്ടപ്പെട്ടു ഈ അഗ്രിമെൻറ്റിൽ, അത് എനിക്ക് ചെയ്യാവുന്ന എന്താ? ആ പണം തിരികെ കിട്ടാൻ എനിക്കൊരു സിവിൽ കേസ് ഫയൽ ചെയ്യാം, നഷ്ടപരിഹാരം ചോദിക്കാം. ഇവിടെ അങ്ങനെ ഒരു പരാതിയില്ല. ഇവിടെ വളരെ പ്രശസ്തമായ കേസുണ്ട്, അജിം സുഹൃത്തിനെന്നുള്ളത് സഹാറ കേസ്. ഈ സഹാറ കേസിനകത്ത് സഹാറയുടെ ഉടയൻ ജയിലിൽ കിടന്ന് മരിച്ചു. എന്താ സംഗതി? 58,600 കോടി രൂപ പാവപ്പെട്ടവരുടെ കയ്യിൽ നിന്ന് ഉയർന്ന പലിശ കൊടുക്കാമെന്നും പറഞ്ഞ് ഷെയർ കളക്ട് ചെയ്തു. അതിനെതിരെ ആ പണം നഷ്ടപ്പെട്ടൊരു കേസ് പോയി. അങ്ങനെ SFI അന്വേഷിച്ചു, ED അന്വേഷിച്ചു, പണം തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു. അയാളെ ക്രിമിനൽ ലയബിലിറ്റി ഉണ്ടായി, അവിടെ കബളിപ്പിച്ചു ജനത്തെ. അങ്ങനെ കബളിപ്പിക്കൽ ഇത് 2 കമ്പനികളുടെ പുറത്ത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് പണം കൈമാറി ഒരു തരത്തിലുള്ള സേവനവും നൽകിയില്ല എന്ന് മൊഴി കൊടുത്ത കമ്പനിയുടെ ഉദ്യോഗസ്ഥർ തന്നെയാണ്.
ഇല്ല, അതിന് ഒരു ആരാണ് തരത്തിലുള്ള സേവനം ആർക്കാണ് നൽകാതെ പരാതി? മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് അല്ല, അതിന് ആർക്കാണ് അല്ല, പരാതി? അതങ്ങനെ രേഖപ്പെടുത്തിയതുകൊണ്ടാണ് ഞാൻ അന്വേഷിക്കപ്പെടുന്നത്. അല്ലാണ്ട് ആയിക്കോട്ടെ, പണം തട്ടിച്ചു എന്നുള്ള സേവനം ആൾക്കാരൊന്നുമില്ല. നൽകിയില്ലെങ്കിൽ പരാതിപ്പെടേണ്ട ആരാണ്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, അത് പരാതിപ്പെടാൻ വേണ്ടി കൊടുത്ത പണമല്ല. ആ പണം മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടാണ് കൊടുത്തത് എന്നതാണ് പ്രശ്നം. ആയിക്കോട്ടെ, അത് അജിംസെ എന്ന് നിങ്ങൾ വാഗോണ്ട് പറയും മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് ബിസിനസ് ചെയ്യാൻ പാടില്ല. അത് ഇന്ത്യൻ നിയമത്തിലൂടെ ആദായ നികുതി വകുപ്പിന്റെ സെറ്റിൽമെന്റ് ബോർഡ് അവരുടെ ഉത്തരവിൽ രേഖപ്പെടുത്തിയ കാര്യം ഞാൻ അതിന്റെ മലയാളം പറഞ്ഞതാണ്. അവരുടെ ഉത്തരവിൽ രേഖപ്പെടുത്തി ഒരു പ്രമുഖ കേരള രാഷ്ട്രീയത്തിലെ ഒരു പ്രമുഖന്റെ മകളായതുകൊണ്ട് ഒരു സേവനവും നൽകാതെ പണം നൽകി എന്ന് ഞാനല്ല പറഞ്ഞത്, ആദായ നികുതി വകുപ്പിന്റെ സെറ്റിൽമെന്റ് ബോർഡാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്ന പ്രോമിനന്റ് പേഴ്സന്റെ മകളെന്ന് പറഞ്ഞിരിക്കുന്നു. അവർക്ക് എന്തായാലുള്ള അവകാശം? അവർക്ക് ഇൻകം ടാക്സ് വാങ്ങിക്കാനുള്ള അവകാശമേ ഉള്ളൂ. ഈ റിലേഷൻ പറയേണ്ട കാര്യം എന്താ? മുഖ്യമന്ത്രിയുടെ മകൾ ഒരു വ്യവസായം നടത്താൻ പാടില്ലാത്ത ഇൻകം ടാക്സ് ആക്ട് പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ മകനോ അല്ലെങ്കിൽ അനാവശ്യമായി 50 കോടിയിലധികം രൂപ ചെലവഴിച്ചിരിക്കുന്നു. 50 ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ചിരിക്കുന്നു. 50 കോടിയിലധികം രൂപ ചെലവഴിച്ചിരിക്കുന്നു. അത് പോയ വഴി അവർ ചൂണ്ടിക്കാട്ടുന്നതാണ്. എത്ര രൂപയെ ചെലവായിക്കോട്ടെ, ഇൻകം ടാക്സുകാർക്ക് ഇൻകം ടാക്സ് എടുക്കാനുള്ള നിയമം മാത്രമേ ഉള്ളൂ. മറ്റൊരു നിയമവും അവർക്കില്ല. ഏതെങ്കിലും തുകയ്ക്ക് ഇൻകം ടാക്സ് എടുക്കാം. അനധികൃത പണമാണെങ്കിൽ എൻഫോഴ്സ്മെന്റ് കേസെടുക്കാം. ഇവിടെ അനധികൃതമല്ല പണം. ബാങ്ക് വഴി രേഖാമൂലം ട്രാൻസ്ഫർ ചെയ്താൽ ഇല്ലീഗൽ ട്രാൻസാക്ഷൻ. എനിക്കറിയില്ല, ഞാൻ 10-30 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഭാഷയിലാണ്. 15% KSCDCക്ക് ഓഹരിയുള്ള ഒരു കമ്പനി. ആ കമ്പനി മുഖ്യമന്ത്രിയുടെ മകൾ എന്നൊറ്റ കാരണത്താൽ വീണയ്ക്ക് 2 കോടി രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ 15% എന്റെയും ബൽദേവിന്റെയും പോക്കറ്റിൽ കിടക്കുന്ന നികുതി പണത്തിന്റെ ഭാഗമാണ്. ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ, അതിനകത്തൊക്കെ സിവിൽ ലയബിലിറ്റി നിൽക്കൂ. ഈ പറയുന്ന രീതിയിൽ മറ്റ് ക്രിമിനൽ കേസുകളിലേക്ക് അത് വരില്ല. അതാണ് അത് സിവിൽ നിയമമാണ്. മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് പണം കൈപ്പറ്റിയാൽ അത് അഴിമതിയുടെ പരിധിയിലാണ് വരിക. അതൊരു പൊതുമേഖലാ സ്ഥാപനത്തിന് പങ്കാളിത്തമുള്ള കമ്പനി കൂടിയാണ്. ഇല്ല, അങ്ങനെയെങ്കിലും പറയുന്നില്ല. അത് പണം കൈപ്പറ്റിയാൽ അഴിമതി വരുന്ന ഇല്ലീഗലായിട്ട് പണം വാങ്ങിക്കുമ്പോഴാണ്. ലീഗലായിട്ട് പണം വാങ്ങിച്ചാൽ അത് അഴിമതിയല്ല. ഞാൻ അജിംസിന് ഒരു സർവീസ് ചെയ്യാമെന്ന് പറഞ്ഞ് അജിംസിന്റെ ഇത് എഗ്രിമെന്റ് മൂലം ബാങ്ക് വഴി പണം വാങ്ങിച്ചാൽ അത് ഇല്ലീഗൽ ട്രാൻസാക്ഷൻ അല്ല അജിംസേ. അല്ലാതെ ഞാൻ വാങ്ങിച്ച ഞാൻ ചോദ്യം ഏതാണ്ട് 1 വർഷം ചോദിച്ചു, മറുപടി ഉദ്ദേശിച്ചത് സർവീസ് എന്താണ്? സർവീസ് വേണ്ട, സർവീസ് കൊടുക്കണ്ട. CMRL പരാതിയില്ല. പരാതി കൊടുക്കേണ്ടത്. അതിഥികളിലേക്ക് തിരികെ ശ്രീ റിജിൽ മാക്കുറ്റി, ഇവിടെ പലതരത്തിലുള്ള നമ്മൾ സിനിമയിലെ കാണുന്ന പോലുള്ള ടെസ്റ്റുകളാണ്. ഒരു വശത്ത് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണ റിപ്പോർട്ട് ഇല്ല എന്ന് വിവരാവകാശ നിയമം പ്രകാരമുള്ള മറുപടി വരുന്നു. ഇപ്പോൾ അങ്ങനെ മറുപടി കൊടുത്ത ആളെ സസ്പെൻഡ് ചെയ്യുന്നു. നാളെ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നു. മാധ്യമങ്ങളെ കാണുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നു, അത് പുറത്തുവിടാതിരുന്നതാണ്, അതിൽ വിശദാംശങ്ങൾ അദ്ദേഹം പുറത്തുവിടുമായിരിക്കും. അങ്ങനെയെങ്കിൽ ഈ ഇൻഫർമേഷൻ ഓഫീസർക്ക് ബോധപൂർവം സർക്കാരിനെ കരിവാരിത്തേക്കാനും അപമാനിക്കാനും ഇങ്ങനെയൊരു മറുപടി കൊടുത്തെങ്കിൽ എത്രമാത്രം ലൂസാണ് ഈ പോലീസ് സംവിധാനം? ശ്രീ അജിംസെ, ഈ നാടകമേ ഉലകമെന്ന് നമ്മൾ കേട്ടിട്ടില്ല. പക്ഷേ യഥാർത്ഥത്തിൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൽ നടക്കുന്നത് അങ്ങനെയാണ്. എന്താണ് അവിടെ നടക്കുന്നത്, എന്താണ് ചെയ്യുന്നത്, എന്താണ് ചെയ്യേണ്ടത് ഒന്നും അറിയാത്ത ഒരു വകുപ്പായി കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. വിവരാവകാശ പ്രകാരം അതിനകത്ത് യാഥാർത്ഥ്യമായിരിക്കും ആ പോലീസ് ഉദ്യോഗസ്ഥൻ കൊടുത്തിട്ടുണ്ടാവുക. പക്ഷേ ഇത്രയും ഒരു വിവാദമായപ്പോൾ സ്വാഭാവികമായി അത് CPM-നും മുഖ്യമന്ത്രിക്കും വളരെ ശക്തമായ രൂപത്തിൽ തിരിച്ചടി ഉണ്ടാകും എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് തീർച്ചയായും ആ ഉദ്യോഗസ്ഥനെ ബലിയാടാക്കാനുള്ള നടപടിയിലേക്ക് ഇവർ പോയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും അങ്ങനെയാണല്ലോ, കാരണം ഉദ്യോഗസ്ഥന്മാരെ ബലിയാടാക്കിക്കൊണ്ട് നാളെ ഒരു മറുപടി പറയണമല്ലോ. അപ്പോൾ കുറേ കാലത്തിന് ശേഷം തമ്പുരാൻ ആളുകളെ കാണാൻ വരികയല്ലേ. അപ്പോൾ ആ മാവേലി തമ്പുരാൻ വരുന്നത് പോലെയാണല്ലോ മാധ്യമങ്ങളെ കേരളത്തിലെ മുഖ്യമന്ത്രി വരാറ്. അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം പറയാൻ അതൊക്കെ കൃത്യമായ അന്വേഷണം നടന്നിട്ടുണ്ട്, അതൊക്കെ എൻ്റെ പക്കലുണ്ട്, അത് തെറ്റായ വ്യാഖ്യാനാണ്, അതുകൊണ്ട് നടപടി എടുത്തില്ല എന്ന് പറഞ്ഞ് ഊരാൻ മാത്രമാണ് ഇതിൻ്റെ വസ്തുത. പക്ഷേ വളരെ കൃത്യമായ രൂപത്തിലുള്ള അപകടകരമായ അവസ്ഥയിലേക്കാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പും കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പോക്ക് എന്നെ സംബന്ധിച്ച് ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. ആരാണ് ഇതിന് നിയന്ത്രിക്കുന്നത്?
അപ്പം അൻവർ പറയുന്നത് ഒക്കെ ശരിയായി തന്നെ വരികയാണല്ലോ. അവിടെ ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറിയും അതോടൊപ്പം ഈ മുച്ചൂട്ട് സംഘങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന കൊള്ളയും കൊള്ളിവെപ്പും ഒക്കെ ഓരോ ദിവസങ്ങൾ തോറും പുറത്തു വരികയല്ലേ. അപ്പോൾ അതിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു മുഖ്യമന്ത്രിയായി ഇദ്ദേഹം അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് എനിക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. അതോടൊപ്പം ശ്രീ ബലദേവ് സച്ചിദാനന്ദൻ അദ്ദേഹം ഒരു ഇടതുപക്ഷ നിരീക്ഷകനാണ്, അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങേക്ക് എങ്ങനെയാണ് ഈ മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ ന്യായീകരിക്കാൻ സാധിക്കുക? കഴിഞ്ഞ ദിവസം പ്രധാനപ്പെട്ട ഒരു ഇടതുപക്ഷത്തിൽ ന്യായീകരിക്കാൻ വരുന്ന ഒരാൾ എന്നോട് പറഞ്ഞത് ഞങ്ങൾക്കൊന്നും ആവുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ വരുന്നില്ല, ആളെ പേര് ഞാൻ പറയുന്നില്ല. എങ്ങനെയാണ് താങ്കൾക്ക് ന്യായീകരിക്കാൻ പറ്റുന്നത്? ശ്രീ മകൾ വീണാ വിജയനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണമല്ലല്ലോ. വീണാ വിജയൻ ഒരു കമ്പനി എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി ഒന്നും ചെയ്യാതെ, സേവനം ചെയ്യാതെ 72 ലക്ഷം രൂപയോളം വാങ്ങി എന്നുള്ളതാണല്ലോ കണക്ക്. എന്തിനു വാങ്ങി? ആരാണ് കേരളത്തിലെ മുഖ്യമന്ത്രി? പിണറായി വിജയൻ. പിണറായി വിജയന്റെ മകളാണ് വീണാ വിജയൻ. മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ഏതാണ്? പരിസ്ഥിതി വകുപ്പാണ്. KMRL പരിസ്ഥിതി വകുപ്പുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയവുമായി നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പൊ അങ്ങനെയുള്ള ഉടമ ഈ മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഈ പണം CMRL തീർച്ചയായും അത്തരത്തിൽ നിൽക്കുമ്പോൾ ആ പണം കൈമാറുമ്പോൾ, ആ പണം കൊടുക്കുമ്പോൾ അവർക്ക് അതിൻ്റെ ഗുണം കിട്ടിയിട്ടുണ്ടാവും. ആ ഗുണം കിട്ടിയത് കൊണ്ടാണല്ലോ ഈ പണം മുഖ്യമന്ത്രി മകൾക്ക് തന്നെ കൊടുക്കുന്നത്. അപ്പോൾ എന്നിട്ട് ചോദിക്കുക അവർക്ക് പരാതിയില്ലല്ലോ. ഞാൻ ചോദിക്കുന്നു, കേരളത്തിൽ എത്ര കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു? ചടയൻ ഗോവിന്ദനെ പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ഈ നാട്ടിനകത്ത് പ്രവർത്തിച്ച നാടല്ലേ? സ്വന്തം മകനെ ദേശാഭിമാനിയുടെ ഓഫീസിനകത്ത് ജോലിക്ക് പറഞ്ഞയച്ച് വിമർശനം ഉന്നയിച്ചപ്പോൾ ആ മകനെ പിൻവലിച്ച ഒരു മനുഷ്യന്റെ കസേരയിൽ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് തന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് മക്കൾക്കും കുടുംബത്തിനും വേണ്ടി ഈ തീവട്ടി കൊള്ള നടത്തുമ്പോൾ ആ കൊള്ളയെ പോലും ന്യായീകരിക്കാൻ താങ്കൾക്ക് ഉളുപ്പുണ്ടോ എന്നുള്ളതാണ് എനിക്കിവിടെ ചോദിക്കാനുള്ളത്. ശ്രീ ആനന്ദ് ഉച്ചകൂടി പറഞ്ഞ കാര്യത്തിന് എന്താണ് തെറ്റ്? ഞാൻ കണ്ണൂരിൽ കൂത്തുപറമ്പിൽ നിങ്ങൾ ഈ പറയുന്ന ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞല്ലോ RSSനെതിരായി പോരാട്ടം നടത്തുന്നു എന്ന് പറയുന്ന നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഈ UK കുഞ്ഞിരാമൻ എന്ന് പറയുന്ന നിങ്ങളുടെ രക്തസാക്ഷിയുടെ വീട്ടിന്റെ അടുത്താണ് എൻ്റെ വീട്. എനിക്കൊക്കെ അറിയാം, എൻ്റെ വീട്ടുകാരൊക്കെ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. അന്ന് എൻ്റെ അമ്മമ്മയൊക്കെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ട്. അവരൊക്കെ പറയുന്നുണ്ട് എന്താണെന്നറിയാം, കുഞ്ഞിരാമൻ മരിച്ചത് നീർവേലി കള്ള് ഷാപ്പിന്റെ അടുത്ത് നിന്നാണ് മരിച്ചത് എന്ന് പ്രായമുള്ള ആളുകൾക്ക് നന്നായിട്ടറിയാം. അത് മെരുവമ്പായി പള്ളിയുടെ മുമ്പിൽ പോയല്ല, നിങ്ങൾ ഉണ്ടാക്കിയ വ്യാഖ്യാനാണെന്ന് ഈ നാട്ടിലെ കൃത്യമായ തെളിവുണ്ട്. ശ്രീ ബഹുമാന്യനായ അന്തരിച്ചുപോയ PT തോമസ് MLA കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിനകത്ത് രേഖ വെച്ച് കൂത്തുപറമ്പ് പോലീസ് സ്റ്റേഷനിലെ FIR വെച്ച് മുഖ്യമന്ത്രി മുഖത്ത് നോക്കി ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് കുഞ്ഞിരാമൻ മരിച്ചതെന്ന്. ഞങ്ങൾക്ക് ഞങ്ങളെ നേരിട്ടറിയാം, ഈ നാട്ടിന് മുമ്പിലുണ്ട്. അങ്ങനെ ഞങ്ങൾ RSSനെതിരായി പോരാട്ടം നടത്തുമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നവർ ഈ നാട്ടിൽ RSSന് വെള്ളവും വെളിച്ചവും നൽകി വളവും നൽകിക്കൊണ്ട് അവരെ വളർത്തുന്ന ഒരു മുഖ്യമന്ത്രിയായി കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധപ്പതിച്ചു എന്നുള്ളതാണ് ഈ സമീപകാലത്ത് RSSുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് നമ്മൾ കാണുന്നത്. ശ്രീ അജിം സർ, ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞല്ലോ, നിങ്ങൾ ഈ BJPയുടെ പാനലിസ്റ്റിനെ ഈ ചർച്ചയ്ക്ക് വിളിച്ചിടണമെന്ന് എനിക്കറിയില്ല. പക്ഷെ പല ചർച്ചകളിൽ ഇന്ന് BJPയുടെ വക്താക്കന്മാരില്ല. CPMന് പിണറായി വിജയനുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് ചർച്ച ചെയ്യുമ്പോൾ അവർക്ക് പിണറായി വിജയൻ നോവാതിരിക്കാൻ BJPക്കാർ വക്താക്കന്മാരെ പോലും അയക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇവർ എമ്മാതിരി സുഹൃത്തുക്കളാണ്. ഇതുപോലെ ഒരു കാലഘട്ടം കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ BJPക്ക് ഒരു മുഖ്യമന്ത്രിയുടെ ആവശ്യമില്ല, പിണറായി വിജയൻ തന്നെയാണ് അവരുടെ മുഖ്യമന്ത്രി എന്ന് അവർക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് പിണറായി വിജയൻ എതിർത്തൊരു വാക്ക് പോലും പറയാൻ അവർക്ക് ഭയമുണ്ട് എന്നുള്ളത് കൊണ്ടാണ്, പേടിയുണ്ട്, അല്ലെങ്കിൽ അവർക്ക് വിഷമമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അവർ വക്താക്കന്മാരെ പോലും അയക്കാത്ത സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ കേരളം എങ്ങോട്ട് പോകുന്നു എന്ന് ചിന്തിക്കേണ്ട സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ശ്രീ ആനന്ദ് ഉച്ചകൂടി, PV അൻവർ MLA ഉന്നയിച്ച ആരോപണം ഗൗരവമുള്ളതും വളരെ ആഴമുള്ളതുമാവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പാർട്ടി പ്രവർത്തകരിൽ പലരും അടക്കം പറഞ്ഞ കാര്യമാണ് PV അൻവർ ഉറക്കെ പറഞ്ഞത്. അത് ഈ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ നേർക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോൾ അത് മുഖ്യമന്ത്രിക്ക് നേരെ തന്നെയാണ് എന്ന് മനസ്സിലാവുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറിക്കോ ഈ പറയുന്ന ആരോപണ വിധേയനായ ADGPക്കോ സ്ഥാനചലനം പോലും ഉണ്ടാകുന്നില്ല എന്നുള്ളിടത്താണ് അത് മുഖ്യമന്ത്രിക്ക് നേരെ വിരൽ ചൂണ്ടുകയാണെന്ന് പറയുന്നത്. ഇവിടെ റിജിൽ മാക്കുറ്റി ചൂണ്ടിക്കാട്ടുന്ന കാര്യം ഈ CPM RSS ബാന്ധവുമുണ്ട് എന്ന് UDF പ്രത്യേകിച്ച് കോൺഗ്രസ് നിരന്തരം ആക്ഷേപിക്കുന്ന ഒരു കാര്യമാണ്. ഈ അൻവർ ആരോപണം ഉന്നയിച്ച് ഈ നിമിഷം വരെ അതിലൊരു ക്ലാരിറ്റി വരുത്തുകയോ ഒരു അന്വേഷണം നടക്കുകയോ നടപടികൾ ഉണ്ടാവുകയോ ചെയ്യുന്നില്ല പാർട്ടി തലത്തിലും സർക്കാർ തലത്തിലും. എങ്കിൽ CPM എന്ന് പറയുന്ന ഒരു പാർട്ടിയെ, അതിനൊരു ഫാഷിസ്റ്റ് വിരുദ്ധ ഐഡിയോളജി ഉണ്ട്, പ്രഖ്യാപിത ഐഡിയോളജി ഉണ്ട്, ഫാഷിസത്തിനെതിരെ പോരാടി ജീവൻ ത്യജിച്ച ആളുകളുടെ പാർട്ടിയാണ് എന്നിരിക്കെ പാർട്ടിയെ തന്നെ ഈ സർക്കാർ, ഈ മുഖ്യമന്ത്രി എത്രമാത്രം അപകടത്തിലാക്കുന്നുണ്ട്? അല്ല, അത് ഈ ഫാഷിസ്റ്റ് വിരുദ്ധ ചരിത്രം ഉണ്ടെന്ന് പറയുമ്പോൾ തലശ്ശേരിയിലെ കാര്യം നമ്മൾ അത് മാറ്റി നിർത്തണം. കാരണം ഈ വ്യാജ ചരിത്രം നിർമ്മിതി അത് ശരിക്കും ഉള്ള കാര്യങ്ങളുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ വ്യാജമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തണം. ശരിയാണ്, CPMന്റെ പ്രഖ്യാപിത നിലപാട് എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കാം. പ്രഖ്യാപിത നിലപാട് കോൺഗ്രസിനേക്കാൾ ഒരു പടി കടന്ന്
ഞങ്ങളാണ് BJP യെ പ്രതിരോധിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇത് തന്നെയായിരുന്നല്ലോ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. കോൺഗ്രസ്സുകാർ നാളെ ജയിച്ചാൽ ആരെങ്കിലും BJP യിലേക്ക് പോകുമോ ഇല്ലയോ എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ 4 പേരെ ഉള്ളെങ്കിലും ഞങ്ങളെല്ലാവരും CPM-ൽ അടിയുറച്ച് നിൽക്കും. അതുകൊണ്ട് നിങ്ങൾ CPM-ന് അല്ലെങ്കിൽ കേരളത്തിലെ LDF-ന് വോട്ട് ചെയ്യുക, UDF-നെ വോട്ട് ചെയ്യരുത് എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന് മുൻപ് തന്നെ ഇവിടെ നമുക്കറിയാം, കഴിഞ്ഞ ഈ 2016-17 കാലഘട്ടത്തിൽ അന്ന് സെൻകുമാറിനെ മാറ്റി ബെഹ്റയെ നിശ്ചയിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാടായിട്ട് നിയമസഭയിൽ രമേശ് ചെന്നിത്തലയെ നോക്കിക്കൊണ്ടും രാജഗോപാലിനെ ചൂണ്ടിക്കൊണ്ടും പറഞ്ഞു, ഈ സെൻകുമാർ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെയാണ്, അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അദ്ദേഹം നിങ്ങളുടെ പരിധിയിലൊന്നും നിൽക്കാൻ പോകുന്ന ആളല്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ സംഘപരിവാർ ചായ്വിനെ കൃത്യമായി സൂചിപ്പിച്ച അതേ മുഖ്യമന്ത്രി ഇപ്പോൾ അൻവർ എന്ന ഒരു ഇടത് സാമാജികൻ ഉന്നയിച്ച ഗൗരവതരമായിട്ടുള്ള ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ CPM-നെയും BJP-യുടെയും തമ്മിലുള്ള ഈ ഡീലുണ്ട് എന്ന് വിശ്വസനീയമാകും വിധം അൻവർ ഇതിനെ അവതരിപ്പിച്ച് ഈ പൊതുജന മധ്യത്തിൽ വലിയ ചർച്ചയായതിനു ശേഷവും ഒരു കൃത്യമായിട്ടുള്ള ഒരു ഡിഫൻസ്, ഒരു പ്രതികരണം, ആകെ മുഖ്യമന്ത്രിയുടെ ഒരു കവലപ്രസംഗമാണ് ഉണ്ടായത്. ഞങ്ങൾ പഴയ തലശ്ശേരി കലാപവും UK കുഞ്ഞിരാമന്റെ കാര്യവും മാത്രമാണ് അദ്ദേഹം പറയുന്നത്. അല്ലാതെ ഈ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുത്താൻ അദ്ദേഹത്തിന് പറ്റില്ല. നിങ്ങൾ ഞങ്ങളെ സംശയിക്കുകയോ എന്നുള്ള തരത്തിലുള്ള ഒരു ഇമോഷണലായിട്ട് ജനങ്ങളെ ഇമോഷണലായിട്ട് വൈകാരികമായിട്ട് അതിനെ പ്രതിരോധിക്കുക എന്നുള്ള ഒരു സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചത്. മുകേഷിനെതിരെ ആരോപണം ഉണ്ടായപ്പോൾ മുകേഷ് ഒരു ചെങ്കൊടി പിടിച്ച ഫോട്ടോ ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു. ആനന്ദ്, മുകേഷിനെതിരെ ആരോപണം വന്നപ്പോൾ, കേസ് വന്നപ്പോൾ അദ്ദേഹം ഒരു ചെങ്കൊടി പിടിച്ച ഫോട്ടോ ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു. അല്ല, മുകേഷിൻ്റെ ചെങ്കൊടി അവരപ്പം തന്നെ അത് മാറ്റിക്കുകയാണല്ലോ ചെയ്തത്. എന്തായാലും ഇവിടെ CPM എന്ന പാർട്ടിയെ പിണറായി വിജയൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ CPM എന്ന പാർട്ടിയെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണോ ഇവിടെ നടക്കുന്നത് എന്ന് സാധാരണ കമ്മ്യൂണിസ്റ്റുകാർ, അത് കണ്ണൂരൊക്കെയുള്ള അടിയുറച്ച ഈ പാർട്ടിക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായ ചാവേറുകളായി കൊല്ലാനിറങ്ങിയ ആൾക്കാർ ഉൾപ്പെടെയുള്ള ആൾക്കാരെ അവർക്ക് പോലും ഉള്ളിൽ സംശയമുണ്ടാക്കുന്ന വിധത്തിലാണ് ശ്രീ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് സ്വീകരിക്കുന്നത്. CPI-ക്കും RJD-ക്കും NCP-ക്കും ഉൾപ്പെടെ ഈ LDF-ൽ ഏതൊക്കെ പാർട്ടിയുണ്ടോ ആ പാർട്ടിക്കെല്ലാം ഈ കാര്യത്തിൽ കൃത്യമായ നിലപാടുണ്ട്. CPM-നും കൃത്യമായ നിലപാടുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി അദ്ദേഹം തീരുമാനിക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല. അദ്ദേഹത്തിൻ്റെ കൈകൾ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം തന്നെ ഒരു പപ്പറ്റാണോ, RSSന്റെ ഒരു പപ്പറ്റാണോ, ഒരു പാവയാണോ എന്ന് സംശയിക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. ഇദ്ദേഹം ഈ പ്രഭാവർമ്മ എഴുതി കൊടുക്കുന്ന വളരെ മനോഹരമായ മലയാള പ്രസംഗങ്ങൾ വളരെ കൃത്യമായിട്ട് വായിക്കുകയും അതല്ലാതെ ഇദ്ദേഹത്തിന് മുഖ്യമന്ത്രി എന്ന രീതിയിൽ അദ്ദേഹം ഈ പാർട്ടിയുടെ പോളിസി അദ്ദേഹത്തിന് നടപ്പാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് സംശയിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നാളെ രാവിലെ 11 മണിക്ക് ഇദ്ദേഹം എന്താണ് പറയാൻ പോകുന്നത്? ഈ വൈകാരികമായിട്ടുള്ള കുറേ പഞ്ച് ഡയലോഗുകൾ മാത്രമാണ്, നിലവാരം കുറഞ്ഞ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ കുറേ കാലമായിട്ട് ഇവിടെ ആൾക്കാരൊക്കെ കൈകൊട്ടുന്നുണ്ട് ഇതുപോലത്തെ ഡയലോഗുകൾ കേൾക്കുമ്പോൾ. പക്ഷേ ഇനിയിപ്പോൾ ആ ഡയലോഗ് പറഞ്ഞാൽ ഒരു കാര്യവുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നാളെ എന്തായാലും അദ്ദേഹത്തിൻ്റെ 11 മണിക്കത്തുള്ള പ്രസ് കോൺഫറൻസിൽ എന്ത് പറയും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അഡ്വക്കേറ്റ് ബൽദേവ്, നമുക്കറിയേണ്ടത് ഇതിലൊരു പ്രശ്നം, പാർട്ടിയെ, മുന്നണിയെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു സർക്കാർ നിലപാട്, ആ സർക്കാർ നിലപാട് വിശദീകരിക്കേണ്ട മുഖ്യമന്ത്രി നാളെ സംസാരിക്കുമെന്ന് പറയുന്നു. അദ്ദേഹം ഇതിനു മുമ്പ് ഒരു പാർട്ടി ചടങ്ങിൽ പ്രസംഗിച്ചപ്പോൾ പണ്ട് തലശ്ശേരി കലാപത്തിൽ പള്ളി സംരക്ഷിച്ച കാര്യം, RSSകാരെ കായികമായി നേരിട്ട കാര്യമൊക്കെ പറഞ്ഞാണ് തനിക്കെതിരായിട്ടുള്ള ആരോപണത്തെ അദ്ദേഹം പ്രതിരോധിക്കുന്നത്. RSSുമായി ഞങ്ങൾ കൂട്ടുകൂടില്ല, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂട്ടുകൂടില്ല എന്നതിന് തെളിവായി അദ്ദേഹം പറയുന്നത് പണ്ട് നടത്തിയ കാര്യങ്ങളെക്കുറിച്ചാണ്. ഇപ്പോഴത്തെ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം മിണ്ടുന്നില്ല, അദ്ദേഹത്തിന് മിണ്ടാൻ കഴിയില്ല. അതുകൊണ്ടല്ലേ? ഇവിടെ PV അൻവർ കുറേയധികം ആരോപണങ്ങൾ കൊണ്ടുവന്ന് നമ്മൾ കുറേ ദിവസമായിട്ട് ചർച്ച ചെയ്യുന്നു. അന്ന് നിങ്ങളെല്ലാവരും പറഞ്ഞ എന്താ, നമ്മൾ ഇതേ പാനലിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, അവിടെയും സംസാരിച്ച മുഖ്യമന്ത്രി ഒരു നടപടിയും എടുക്കില്ല എന്നാണ്. ഓരോ നടപടികൾ ഗവൺമെൻറ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അന്നുണ്ടായിരുന്ന ആരോപണ വിധേയനായ മലപ്പുറം SP സസ്പെൻഡ് ചെയ്തു. പിന്നീട് അൻവർ കൊണ്ടുവന്ന വലിയൊരു പ്രശ്നമായിരുന്നു മാമി തിരോധാന കേസ്. ആ മാമി തിരോധാന കേസിന് കഴിഞ്ഞ ബുധനാഴ്ച ദിവസം പുതിയ ക്രൈംബ്രാഞ്ച് ടീമിനെ അത് അന്വേഷിക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ADGPക്കെതിരെ യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല. DGP ശുപാർശ ചെയ്ത് വിജിലൻസ് അന്വേഷണം ഇന്നലെയും കൂടി ആ ചാനലുകൾ ചർച്ച ചെയ്തതാണ്.
ഇന്നലെ തന്നെ ADGPക്കെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചു. അപ്പോൾ ഓരോരോ കാര്യങ്ങളായിട്ട് ഗവൺമെൻറ് ഇതിന് നടപടിക്രമങ്ങൾ ഓരോന്നോരോന്നായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ 3 കാര്യങ്ങളും നിങ്ങൾ നേരത്തെ എതിർത്ത് പറഞ്ഞതാണ്. എന്തുകൊണ്ട് DGP പറഞ്ഞ വിജിലൻസ് അന്വേഷണം ADGPക്കെതിരെ അന്വേഷിക്കുന്നില്ല എന്ന് ഇന്നലെ വരെ ചാനലുകൾ ചർച്ച ചെയ്തിരുന്നതില്ല. ഇന്നലെയാണ് അന്വേഷണം പ്രഖ്യാപിച്ചത്. അതുപോലെ തന്നെ മാമി തിരോധന കേസ്, SP സുജിത് ദാസിൻ്റെ കേസ്, ഇങ്ങനെ ഓരോ നടപടികൾ, ഈ നടപടികളെല്ലാം കൂടെ ശരിയാണ് അജിംസ് പറഞ്ഞത്. ഇടതുപക്ഷ മുന്നണിയിലെ CPM ഉൾപ്പെടെ എല്ലാ ഘടകകക്ഷികൾക്കും ഇതിനകത്ത് ചില നടപടികളിൽ അതിർത്തിയുണ്ട്. ആ അതിർത്തി ഇടതുപക്ഷ മുന്നണിയിൽ ചർച്ച ചെയ്യുകയും ആ ചർച്ചയ്ക്ക് വന്നപ്പോഴാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് അന്വേഷണം നടന്നിട്ട് കൃത്യമായ റിപ്പോർട്ട് കിട്ടിയാൽ, അതായത് ഒക്ടോബർ 10-15 ആകുന്നതിനും കൃത്യമായ റിപ്പോർട്ട് കിട്ടും, മറുപടി തരാമെന്ന്. അതാണ് തുടക്കത്തിലെ ഞാൻ പറഞ്ഞത്. ഇന്ന് ഞങ്ങളുടെ അന്വേഷണത്തിൽ കിട്ടിയിരിക്കുന്നത് ഈ DYSP കൊടുത്തിരിക്കുന്ന വിവരം തെറ്റാണ്. ബഹുമാനപ്പെട്ട റജിൽ മാക്കുറ്റി കുറെ കൂടി കടന്നു പറഞ്ഞു. എന്താ, ആ ഉദ്യോഗസ്ഥനെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചതായിരിക്കാം. അങ്ങനെ ഒരിക്കലും ഒരു ഉദ്യോഗസ്ഥൻ തൻ്റെ ജോലി തെറിക്കാനും തന്നെ സസ്പെൻഡ് ചെയ്യുന്ന ഉറപ്പുള്ള കാര്യത്തിൽ ഒരു ഉദ്യോഗസ്ഥനും അങ്ങനെ പറയില്ല. അങ്ങനെ പറയിപ്പിച്ചിട്ട് ഇപ്പോൾ ജനകീയ രോഷവും മാധ്യമങ്ങൾ പുറത്തേക്ക് വന്നപ്പോൾ അയാളെ കൊണ്ട് തിരിച്ചു പറയിപ്പിച്ചതാകാം എന്ന് പറയുന്നു. അത് ഒരു കാരണവശാലും അതിനകത്ത് എന്തെങ്കിലും 1% പോലും യുക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ആ ഉദ്യോഗസ്ഥൻ എന്തോ സാഹചര്യത്തിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മുകളിലുള്ള ഉദ്യോഗസ്ഥരാരെങ്കിലും അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയോ അതാണ് പ്രശ്നം. DYSPയുടെ മുകളിലാണ് ADGP ലോ ആൻഡ് ഓർഡർ. അദ്ദേഹത്തിനെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് ആ സീറ്റിലിരിക്കുകയാണ്. അദ്ദേഹം നടത്തിയെന്ന് പറയുന്ന അന്വേഷണ റിപ്പോർട്ടിനെ കുറിച്ച് LDFന്റെ നേതാക്കൾ ചോദിക്കുമ്പോൾ ഒരു മറുപടിയും നൽകാതെ ഒരു മാധ്യമം കൊടുത്ത വിവരാവകാശ നിയമത്തിന് അദ്ദേഹം കൊടുത്ത മറുപടി എന്താണ്? ഇങ്ങനെ അന്വേഷണം ഇല്ല എന്ന് പറയുന്നു. ഈ അധികാര കസേരയിൽ ADGP ഇരിക്കുകയാണ്, സൂപ്പർ DGP, പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കുകയാണ്. ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി ആജ്ഞാനുവർത്തിയാണ് ADGP. എന്ത് അന്വേഷണത്തെ കുറിച്ച് ഞങ്ങൾ പറയുന്നത്? ഈ ADGPക്കെതിരെ ആരെന്ത് അന്വേഷിച്ചിട്ട് എന്ത് കാര്യം? അദ്ദേഹം പവർഫുൾ പൊസിഷനിൽ ഇരിക്കുകയാണെന്നേ. ഞാനൊന്ന് പറയട്ടെ ജിംസൻ, ഞാൻ പറഞ്ഞല്ലോ ഈ സംഭവമായി PV അൻവർ കൊണ്ടുവന്ന പല കാര്യങ്ങൾ, പ്രധാനപ്പെട്ട 3-4 കാര്യങ്ങളിൽ അന്വേഷണം പ്രഖ്യാപിച്ചു ഗവൺമെൻറ്. ADGPക്കെതിരെ അവസാനമായിട്ട് ADGPക്കെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചു. അടുത്ത നടപടികളുണ്ടാകും, അതിന് തർക്കമൊന്നുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. നാളത്തേടം കൊണ്ട് ഇതിന് വ്യക്തമായ രൂപം വരും. ഇതിന് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷിച്ചിരുന്നോ, അന്വേഷണ റിപ്പോർട്ട് പോലീസിന്റെ കയ്യിലുണ്ടോ, അതിനെക്കുറിച്ച് നാളെ വ്യക്തമായ തെളിവ് വരുമെന്ന് ഇപ്പോഴാണല്ലോ നിങ്ങൾക്ക് കുമാറിനെ കുറിച്ചായിരിക്കുമോ സംസാരിക്കുക? അതല്ല, ഫാക്ട് പറഞ്ഞുകൊണ്ട് ഈ സംഭവത്തിൽ ഈ ഉയർന്ന ആരോപണങ്ങളിൽ എന്താണ് നടന്നത്, എന്താണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്, എന്ത് നടപടി സ്വീകരിക്കും, എന്ത് വിശദീകരിക്കുമെന്ന് കാത്തിരിക്കാം. വളരെ അഡ്വക്കേറ്റ് ബൽദേവ്, റിജിൽ മാക്കുറ്റി, ആനന്ദ് കൊച്ചുകൂടി.